നഷ്ടപ്പെട്ടതിനെ പ്രശംസിക്കുമ്പോൾ ഓർമ്മകൾ പ്രിയപ്പെട്ടതാകുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കൽ മാത്രം നാം കണ്ടുമുട്ടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അവർ ഇരുൾമൂടിയ മനസ്സിന്റെ അകത്തലങ്ങളിലേക്ക് വെളിച്ചം പകർന്നൊരു ദീപമായി കടന്നുവരും. ആ വെളിച്ചം മനസ്സിലും ജീവിതത്തിലും എന്നും പ്രകാശം പകരും. അത്തരത്തിലൊരു മനസ്സിന്റെ ഉടമയാണ് ശ്രീ AK ഗോപാലൻ. ആ മഹത് വ്യക്തിയുടെ അനുസ്മരണ ദിനമായ ഇന്ന് അദ്ദേഹം പകർന്നു നൽകിയ മാർഗനിർദ്ദേശങ്ങളെ വിലമതിക്കുന്നതിനും അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ സേവനങ്ങളെ ആദരപൂർവ്വം അനുസ്മരിക്കുന്നതിനുമായി ഈ ഒരു അവസരത്തെ നമുക്ക് ഉപയോഗിക്കാം. ചന്ദമേറിയ പൂവിലും ശബലാഭമാം ശലഭത്തിനും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ദക്ഷിണാഫ്രിക്കൻ വിപ്ലവകാരിയും മനുഷ്യസ്നേഹിയുമായ നെൽസൺ മണ്ടേലയുടെ അഭിപ്രായത്തിൽ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ചെയർമാനും സ്ഥാപകനുമായ ശ്രീ AK ഗോപാലൻ മേൽപ്പറഞ്ഞ വാക്കുകൾ അനർത്ഥമാക്കിയിട്ടുള്ള മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. 1921 നവംബർ 18 കേരളത്തിലെ കുട്ടനാട്ടിൽ ജനിച്ച അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറായി 60 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. ചലനാത്മകമായ നേതൃത്വവും സ്വയം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വവും കൊണ്ട് ശ്രീ AK ഗോപാലൻ ചെന്നൈയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗെയിം ചേഞ്ചറായി മാറി. ഒരു പ്രഗത്ഭ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹം ഭാഷാപരമായി ബുദ്ധിമുട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചേർന്ന് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയും ചെയ്തു. ലക്ഷ്യബോധത്തോടെ ജീവിതം നയിക്കുന്നതിലും സേവനമനുഷ്ഠിക്കുന്നതിലുമാണ് അദ്ദേഹം വിശ്വാസം അർപ്പിച്ചിരുന്നത്. ഒരു മാനവികൻ എന്ന നിലയിൽ കേരളത്തിൽ നിന്നുള്ള നിരവധി വനിതാ ബിരുദധാരികൾക്ക് തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ പങ്കു വലുതായിരുന്നു. ഒരു ദാർശനികനും മനുഷ്യസ്നേഹിയുമായ അദ്ദേഹം സമൂഹത്തിന് അർത്ഥവത്തായ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്താൽ മദ്രാസ് നഗരത്തിൽ മഹാകവി കുമാരനാശാന്റെ ഒരു സ്വതന്ത്ര സ്മാരകവും സ്ഥാപിച്ചു. പ്രശസ്ത എഴുത്തുകാരും പൊതുകാര്യങ്ങളിൽ താൽപ്പര്യമുള്ള സുഹൃത്തുക്കളും ചേർന്ന് 1965 ശ്രീ C ഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ സ്ഥാപിച്ചു. സ്കൂളുകളിൽ പ്രവേശനം നേടുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ അദ്ദേഹം ചെന്നൈയിലെ തന്നെ ആദ്യത്തെ CBSE സ്കൂളായ ആശാൻ മെമ്മോറിയൽ സ്കൂളിന് തുടക്കം കുറിച്ചു. 1966 ജൂൺ 27 തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ M ഭക്തവത്സലമാണ് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സ്കൂളിൽ അസോസിയേഷൻ സംഘടിപ്പിച്ച അവിസ്മരണീയമായ പ്രവർത്തനങ്ങളിൽ കർണാട്ടിക് ഗായിക ശ്രീമതി MS സുബലക്ഷ്മിയും പ്രശസ്ത നടൻ പ്രേം നസീറും പങ്കെടുത്തു. ജാതിമത ഭേദമില്ലാതെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ പ്രമുഖ മേഖലകളിൽ നിന്നുമുള്ള പിന്തുണ അസോസിയേഷന്റെ വളർച്ചയ്ക്ക് കാരണമായി. 50 വർഷം പൂർത്തിയായ വേളയിൽ അസോസിയേഷൻ പിന്നിട്ട വഴിയിലേക്ക് ഒരു തിരനോട്ടമാകാം അടുത്തത്.
ദീപത്തിൽ നിന്ന് മറ്റൊന്നിലേക്കെന്ന പോലെ ആശാൻ സ്ഥാപക ചെയർമാൻ ശ്രീ A.K. ഗോപാലനിൽ നിന്ന് ജനറൽ സെക്രട്ടറി ശ്രീമതി ശ്യാമള ജയപ്രകാശിലൂടെ ആ വെളിച്ചം മങ്ങാതെ നിലകൊള്ളുന്നു. പ്രഗത്ഭനായ അച്ഛൻ ശ്രീ A.K. ഗോപാലന്റെ പാത പിന്തുടരുന്നത് അത്ര എളുപ്പമല്ലെന്ന് ചെറുപ്രായത്തിലെ മനസ്സിലാക്കിയത് കൊണ്ടാവാം ശ്രീമതി ശ്യാമള ജയപ്രകാശിന് വിദ്യാഭ്യാസ രംഗത്തെ വിട്ടുവീഴ്ച മനോഭാവങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരണമായ മാറ്റം ഉൾക്കൊള്ളാനും സാധിച്ചത്. വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള വേറിട്ട ചിന്തകളും ഉറച്ച നിലപാടുകളുമാണ് ശ്രീമതി ശ്യാമള ജയപ്രകാശിനെ 2014 പിതാവിന്റെ സ്മരണാർത്ഥം സ്ഥാപിതമായ AKG പബ്ലിക് സ്കൂളിന്റെ നെടുംതൂണാക്കിയത്. അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ വെളിച്ചം ഓരോ വരും തലമുറകൾക്കും പകർന്നു കൊടുക്കാൻ ശ്രീ ശ്യാമള ജയപ്രകാശിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. A warm welcome to all of you who have logged in today to take part in this very sentimental event, AKG യുടെ അനുസ്മരണ ദിവസം. Dr. C.K. Ravi, President of the Ashan Memorial Association, and the members, the distinguished speakers, the entire staff of the Ashan Memorial Educational Institutions, and my dear friends who have logged in. December 10th is the day we celebrate the life of an extraordinary soul, Sri A.K. Gopalan, Founder Secretary of the Ashan Memorial Association. This is the 6th anniversary of his transition from this world to a world unknown, a different horizon. There is not a day when my heart swells with his memories and his presence when I take a decision or an action or even face a challenge. His presence is intense. I strongly feel that he is guiding me in whichever manner he can from the other side of the horizon, and I can feel that strong persona around me. He has left behind a legacy of educational institutions, monuments, which speaks volumes of his tireless work in all these institutions in developing it. But what is more important is he has left behind a legacy of dignity, discipline, and integrity, which reverberates throughout the corridors of all our institutions. And that's what makes it unique. What you leave behind is not what is engraved in a stone monument, but what is woven into the lives of others. This is what AKG is all about. He has touched so many lives and transformed so many people that every time I meet one of them, any of them, they have only gratitude, because he never expected anything back in whatever he did. He was a typical karma yogi. He did his duty and that's all. It's forgotten. He helps people and that's all. He doesn't look back. Nothing is expected. But he's such a strong persona that people cannot forget him. Cannot forget his personality, cannot forget his enigmatic presence. I am so grateful today that we have with us these distinguished speakers to share their memories, to share their experience with my father, AKG. Sanu Marsh is not only a friend, but he's so closely associated with Ashan and emotionally connected with my father, AKG. They have shared some very precious moments together. And Sanu Marsh is a person who is ready and always willing to take part in any function, any literary event that is organized by Ashan Memorial Association. I am so happy that he is here today to share his memories with us. Sri Sachidanandan is a very renowned poet, not only in India but internationally. He is a prolific writer too. He's received some very prestigious awards like the Sahitya Academy Award, the Vailar Ramavarma Award, and our own Asha Prize for Poetry. I'm extremely thankful to him for having consented
to participate in this event today. Sri John Paul, who has written more than 100 scripts for movies, Malayalam movies, and also an anchor in the Safari channel, which has become so popular for the way he interacts with the guests, and a great speaker. We are all waiting to listen to him, his wonderful play of the Malayalam Bhasha. Dr. Vijayaraghavan is not only a friend, but is a part and parcel of Ashan Memorial Association, the family, and the real Ashan family. He is the grandson-in-law of Kumaran Ashan, but a very, very close associate of Sri A.K.G. They have shared a lot of time together, not only as a doctor, but as a very close family friend, on equal terms. I'm so happy that these wonderful people here are there to share with us their memories and their experiences with AKG. I welcome all of you gentlemen wholeheartedly, warmly. I also welcome once again all my friends who have logged in today. Thank you. മുതിർന്ന മലയാളി എഴുത്തുകാരനും നിരൂപകനുമായ ശ്രീ M.K. സാനു ഞങ്ങളുടെ അടുത്ത പ്രഭാഷകൻ ആകുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ നേടിയ M.K. സാനു എന്ന സാനു മാഷ് പ്രശസ്തമായ മഹാരാജാസ് കോളേജിലെ മലയാള സാഹിത്യ പ്രൊഫസറായിരുന്നു. തന്റെ പുസ്തകങ്ങളിലൂടെയും രചനകളിലൂടെയും അദ്ദേഹം മനുഷ്യാവകാശങ്ങൾക്കായി വാദിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെയും ചിന്തകളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണവും വളരെ ശ്രദ്ധാർഹമാണ്. ശ്രീ M.K. സാനു അവർകളെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കാലം സ്മരണകളുടെ കാലമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ആളുകൾ എഴുതുന്നതേറെയും സ്മരണകളെക്കുറിച്ചാണ്. സ്വന്തം സ്മരണകൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള സ്മരണകൾ, അല്ലെങ്കിൽ കാലത്തെക്കുറിച്ചുള്ള സ്മരണകൾ. ആളുകൾ വർത്തമാനം പറയാൻ ഇവിടെ വരുന്നവർ അധികം പേരും സ്മരണകൾ ആവശ്യപ്പെട്ടാണ് വരുന്നത്. എല്ലാ ദിവസവും സ്മരണകൾ പറയുന്ന ഈ ലോകത്തിൽ സ്മരണകൾ ദിവസേന പറഞ്ഞ് ശീലിച്ച ഒരാളെന്ന രീതിയിൽ AKGയെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പ്രയാസം നേരിടുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഹൃദയബന്ധമാണ്. അതാണ് ഞങ്ങളുടെ ബന്ധത്തിലെ പ്രധാനപ്പെട്ട അംശം എന്ന് ഞാൻ കാണുന്നു. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയ്ക്ക് തന്നെ കുറച്ച് സ്വല്പം കൂടി അകലെ മാറി ഒരു സ്ഥലമാണ്. ഞാനും ആലപ്പുഴക്കാരനാണ്. എൻ്റെ കുടുംബവും അദ്ദേഹത്തിന് നേരത്തെ പരിചിതമായൊരു കുടുംബമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരത്തെ എന്നെ അറിയാമായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ആലപ്പുഴക്കാരനെന്ന് മനസ്സിലാക്കുന്നത് മദ്രാസിൽ വെച്ചാണ്. അദ്ദേഹത്തെ യാദൃശ്യമായി കണ്ടപ്പോൾ അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, വീടെന്താ എന്നോട് ചോദിച്ചു. അതിൻ്റെ വീട്ടുപേര് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ പരിചിതമായൊരു സ്ഥലമാണ്. അങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്. ആരംഭിച്ചതിന് ശേഷം അന്ന് ആരംഭിച്ച സൗഹൃദം ഓരോ നിമിഷം കഴിയും തോറും വളർന്ന് തീവ്രമായി തീരുകയാണ് ചെയ്യുന്നത്. അവസാനം അദ്ദേഹത്തെക്കുറിച്ചുള്ള 2 സ്മരണകൾ. ഒന്ന്, അദ്ദേഹം പണ്ട് താമസിച്ചിരുന്ന തലവടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പണ്ട് താമസിച്ചിരുന്ന വീട് പുതുക്കി 2 പേർക്ക് 2 ദിവസം കഴിയാവുന്ന തരത്തിലാക്കിയിരുന്നു അദ്ദേഹം. എന്നെയും വിളിച്ചുകൊണ്ട് അവിടെ പോയി 2-3 ദിവസം ഞങ്ങളവിടെ താമസിച്ചു. ഭക്ഷണം കഴിച്ചു, പൂർവ്വകാല സ്മരണകൾ അയവിറക്കി, സുഹൃത്തുക്കളെക്കുറിച്ച് സംസാരിച്ചും കഴിയുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ചേർത്തലയിൽ വരേണ്ട കാര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് ചേർത്തലയിലാണ്. അത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മകൾ നിർമ്മല കല്യാണം കഴിച്ചിരിക്കുന്ന ബാബുവാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് PKVയെ ഒന്ന് കാണണം. PK വാസുദേവൻ നായരെയാണ് ഞങ്ങൾ PKV എന്ന് പറയുന്നത്. അദ്ദേഹം വന്നു. ഞങ്ങളൊരുമിച്ച് PKVയെ കാണാൻ ചെന്നു. PKVക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിരില്ല. പ്രത്യേകിച്ച് AKGയെ കണ്ടതിൽ എന്നെ കാണുന്നത് ഇഷ്ടം തന്നെയാണ്. ഞങ്ങൾ PKയുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചതിന് ശേഷം നമുക്കൊന്നിച്ച് ഞങ്ങളുടെ ഒരു പൊതുസ്നേഹിതനെ കാണാൻ പോകാം എന്നായി നിർദ്ദേശം. ശരി. അദ്ദേഹം വടക്കം പറയൂരാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ശ്രീ N. പരമേശ്വരൻ നായരാണ്. ഡോക്ടർ N. പരമേശ്വരൻ നായർ കുറേ കാലം ആശാൻ മെമ്മോറിയൽ സ്ഥാപനങ്ങളിലൊന്നിൽ അദ്ദേഹം
ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിച്ചിരുന്നു. മദ്രാസിൽ നിന്നൊക്കെ അമേരിക്കയിലാണ് 17 കൊല്ലം. ഇവിടെ തന്നെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ഡയറക്ടറാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ AKGയോട് വളരെ അടുപ്പമാണ്. അങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി. 3 പേരും കൂടി അവിടുന്ന് വൈകുന്നേരം കാപ്പി കുടിച്ച് മടങ്ങി പോരുകയാണ്. AKGയെ കൂടെ വീട്ടിലാക്കി. AKG തിരിച്ചിവിടെ വന്നു. എന്നെ കൊണ്ടുചെന്ന് AKG തിരിച്ച് ചേർത്തലയിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ PK വാസുദേവൻ നായർ മരിച്ചു. അപ്പോൾ എന്നെ പെട്ടെന്ന് വിളിച്ചു. അത്രയും അദ്ദേഹം ഒരു വികാരഭരിതനായി വിളിച്ച ഒരു സന്ദർഭം എനിക്ക് ഓർമ്മയില്ല. നമ്മളോടൊരു യാത്ര പോലും പറയാതെയാണല്ലോ പോയത് എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് മീൻകറിയെക്കുറിച്ച് ഊണ് കഴിച്ചത്. അപ്പോൾ നമ്മളൊക്കെ ഒരു പക്ഷേ യാത്ര പറയാതെ ആയിരിക്കും പോകുന്നത്. ഇത്തരം യാത്രയ്ക്ക്, അജ്ഞാത മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് നമുക്ക് യാത്ര പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും പോയേണ്ടി വരുന്നത്. എന്ത് പറയാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അംശമാണ്. വ്യക്തിപരമായ സ്നേഹബന്ധം അത് അനേകം പേരോട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരോടായി വയലാർ രാമവർമ്മ മുൻപ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, മദ്രാസിൽ ഒരു AKG ഉണ്ട്, നമ്മൾ അറിയുന്ന AKG അല്ല, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടേണ്ടതാണ് മാസ്റ്റർ. ശരി, കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ജന്മാന്തര ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ സൗഹൃദം എന്ന് തോന്നുകയുണ്ടായി. പലപ്പോഴും ഞാൻ അവിടെ പോകുമായിരുന്നു. ചടങ്ങിനാണ് പോകുന്നത്, പ്രസംഗിക്കാനായിരിക്കും, മറ്റൊന്നിനായിരിക്കും. അങ്ങനെ കാണാറുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ അനേകം കാര്യങ്ങളിൽ ബന്ധപ്പെട്ടാണ് അവസാനം വരെ തുടർന്നു പോകുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രധാന ഗുണങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നത് ആ വ്യക്തിക്ക് ഇതര വ്യക്തികളോട് സ്ഥാപിക്കാൻ കഴിയുന്ന സൗഹൃദമാണ്. അതിൽ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ സ്ഥിരതയും തീവ്രതയും AKGയുടെ സ്വഭാവത്തിലെ ഏറ്റവും ദൃഢമായ അംശങ്ങളായിരുന്നു എന്ന് ഞാൻ കാണുന്നു. അദ്ദേഹം മദ്രാസിൽ പോയത് കോൺട്രാക്റ്റ് പണി ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിന് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ട്, സംഘടനാശേഷിയുണ്ട്, ജോലി ചെയ്യിക്കാൻ കഴിയും, ആസൂത്രണമുണ്ട്. ഇത് അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് കോടീശ്വരനാകാൻ സ്വപ്രയത്നം കൊണ്ട് കഴിയുമായിരുന്നു. പക്ഷെ അതിന് പകരം അദ്ദേഹം ശ്രദ്ധിച്ചത് കുമാരനാശാന് സ്മാരകമുണ്ടാക്കാനാണ്. അത് ഇന്ന് കാണേണ്ടതാണ്. ആരെയും അത്ഭുതാധീനരാക്കുന്ന തരത്തിലാണ് അവിടെ സ്മാരകങ്ങൾ ഉയർന്നിരിക്കുന്നത്. ആദ്യം അദ്ദേഹം ആശാൻ മെമ്മോറിയൽ സ്കൂളായി, പിന്നീട് കോളേജായി, ഡെൻ്റൽ കോളേജായി, എൻജിനീയറിംഗ് കോളേജായി, MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോളേജായി അനേകം വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന് അവിടെ മറ്റ് പല സ്ഥാപനങ്ങളുണ്ടെന്ന് ഞാൻ അറിയുന്നു. അദ്ദേഹം കുമാരനാശാൻ്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടാണ് പ്രതിമ സ്ഥാപിക്കണം. ഞാനാണ് MV ദേവൻ്റെ പേര് നിർദ്ദേശിച്ചതും അവരെ തമ്മിൽ കൂടുതൽ പരിചയപ്പെടുത്തിയതും. ആ പ്രതിമയാണ് സ്ഥാപിച്ചത്. പ്രതിമയുടെ ഉദ്ഘാടന വേളയിലും ഞാൻ പോയിരുന്നു. അപ്പോൾ അത് ഒരു വലിയ പ്രപഞ്ചമായി അദ്ദേഹം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. കുമാരനാശാന് കേരളത്തിൽ അത്രയും വലിയ സ്മാരകയില്ല. അദ്ദേഹം ചരമമടഞ്ഞ പല്ലനാറ്റിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ ദുരന്തത്തിൽ മരിച്ചത്. അവിടെ അദ്ദേഹത്തിന് ഒരു അപ്പർ പ്രൈമറി സ്കൂൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവിടെ ഒരു വലിയ സ്ഥാപനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട്. അത് സെനറ്റ് ഹാളിൻ്റെ മുമ്പിലാണ്. നല്ല പ്രതിമയാണ്. മുണ്ടശ്ശേരി മാസ്റ്റർ CR കേശവൻ വൈദ്യരും മറ്റും ചേർന്നാണ് അതുണ്ടാക്കിയത്. അതും നല്ല കാര്യമാണ്. പക്ഷേ ആശാൻ്റെ പേരിൽ ലോകമറിയുന്ന ഒരു സ്ഥാപനം, അതും ആളുകൾക്ക് വളരെ ഇമ്പ്രസീവായി തോന്നുന്ന ഒരു സ്ഥാപനം, അത് ഉണ്ടാക്കാൻ AKGക്ക് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അനേക തലമുറകൾക്ക് വേണ്ടി സ്വത്തുണ്ടാക്കാൻ കഴിയുമായിരുന്നു. ആ സ്വത്ത് ഉണ്ടാക്കുന്നതിന് പകരം തൻ്റെ കഴിവുകൾ, തൻ്റെ ആത്മാർത്ഥത, തൻ്റെ ആത്മാർപ്പണം, സമസ്ത സിദ്ധികളും കുമാരനാശാന് ഒരു സ്മാരകമുണ്ടാക്കുന്നതിനാണ് സമർപ്പിച്ചത്. ഈ സമർപ്പണവും അതിൻ്റെ പിന്നിലുള്ള ത്യാഗബുദ്ധിയും അധികം ആളുകൾ അതൊരു മഹനീയമായ ഗുണമാണ് വേണ്ടത്തിൽ അറിഞ്ഞിട്ടില്ല. അവിടെ ചടങ്ങുണ്ടായാൽ അദ്ദേഹം പ്ലാറ്റ്ഫോറത്തിൽ വരും. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം തന്നെ പ്രൊജക്റ്റ് ചെയ്യാറില്ല. ഞാനിതിൻ്റെ ആളാണ്. മറ്റ് പല സ്ഥാപനങ്ങളിൽ നമ്മളത് കാണാറുണ്ട്. വർത്തമാനം പറഞ്ഞാലും അദ്ദേഹത്തെ പറ്റി പറയാറില്ല. അദ്ദേഹം മറ്റുള്ള വർത്തമാനം കേൾക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആത്മനിരാസത്തോടു കൂടി സ്വന്തം അഹന്തയിൽ നിന്ന് നിർമുക്തി നേടിക്കൊണ്ട് അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്മാരകം കുമാരനാശാന് മദിരാശി നഗരത്തിൽ അന്യഭാഷ സംസാരിക്കുന്ന തമിഴ്നാട്ടിൽ
അദ്ദേഹം സ്ഥാപിച്ചെടുത്തത്. ഇത് ശ്രീനാരായണ ഗുരുവിനെ പോലും ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയതയായി ഞാൻ കാണുന്നത്. അതുപോലെ വയലാർ രാമവർമ്മയും അദ്ദേഹം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രാമവർമ്മ മരിച്ചപ്പോൾ പെട്ടെന്നാണ് മരിച്ചത്. 1976 എൻ്റെ ഓർമ്മ. മരിച്ച സന്ദർഭത്തിൽ രാമവർമ്മയ്ക്ക് ഉചിതമായ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം എന്നാലോചിച്ചത്, അതിൻ്റെ ബീജം ആദ്യമുണ്ടായത് AKGയിലാണ്. അത് അച്യുതമേനോൻ ഉടനെ അത് പങ്കുവച്ചു. നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണൻ മുമ്പോട്ട് വന്നു. ശ്രീ തിരുമക്കവൻ വന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് തോപ്പിൽ ഭാസി ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. സെക്രട്ടറി ആയിട്ട് ശ്രീ തിരുക്കവനെ വെച്ചു. എങ്ങനെ നിയമാവലി ഉണ്ടാക്കണം ഇതെല്ലാം പറഞ്ഞ് നല്ല ഭംഗിയായി അവരുണ്ടാക്കുകയും അന്ന് ഇന്നും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധാർഹമായ അവാർഡ് വയലാർ അവാർഡാണ്. അന്ന് 25,000 രൂപയായിരുന്നു. ആദ്യത്തെ അവാർഡ് കൊടുത്തത് ലളിതാംബിക അന്തർജനത്തിലാണ്. അന്ന് AKGയുടെ സന്നിഹിതനായിരുന്നു. അങ്ങനെ വന്ന് കേരളത്തിലെ വളരെ സ്തുത്യർഹമായ ഒരു അവാർഡ് അത് നിലനിർത്തുന്നതിന് പ്രധാന കാരണക്കാരൻ ഇന്നതിൻ്റെ സെക്രട്ടറിയാണ് CVA തിരുവിക്രമൻ. അദ്ദേഹത്തിൻ്റെ മേൽ AKGക്കും AKGയുടെ മേൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ അതിൻ്റെ പ്രസിഡൻറ്റ് കേരള രാഷ്ട്രീയത്തിലെ കുലീനമായ വ്യക്തിത്വം C. അച്യുതമേനോനാണ്. അദ്ദേഹമാണ് പല നിയമങ്ങളും അതിനുണ്ടാക്കി വെച്ചത്. ഇത്ര പേരുടെ വോട്ട് വാങ്ങിക്കണം, ഇന്ന തരത്തിൽ അതിൻ്റെ അവാർഡ് നിശ്ചയിക്കണം എന്നൊക്കെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞാനതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ പ്രസിഡൻ്റായതും AKGയുടെ നിർബന്ധം കൊണ്ടാണ്. സാധാരണഗതിയിൽ സംഘടനാ പ്രവർത്തകനാവുക എന്നുള്ളത് എനിക്ക് വൈമുഖ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഭാരവാഹി, പ്രസിഡൻറ്റ്, സെക്രട്ടറി ഞാൻ ഒരിക്കലും ഏറ്റെടുക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ AKG പറഞ്ഞു കഴിഞ്ഞപ്പോൾ AKGയോടൊപ്പം AK ആൻ്റണിയും പറഞ്ഞു. അവരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെയാണ് ഞാൻ പ്രസിഡൻ്റായി അവിടെ തുടർന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ദീർഘദൃഷ്ടിയുണ്ട് എന്ന് മാത്രമല്ല, അതിൽ കാര്യങ്ങൾ സംശുദ്ധമായ രീതിയിൽ നടന്നു പോകണം എന്ന നിർബന്ധവുമുണ്ട്. ആശാൻ മെമ്മോറിയൽ സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒന്നാന്തരം അഡ്മിനിസ്ട്രേറ്ററാണ്. അധികം വർത്തമാനം പറയില്ല, ഒരിക്കലും ചിരിക്കാത്ത മുഖമാണ്, പരുഷമായ ഒരു പെരുമാറ്റമാണെന്ന് നമുക്ക് തോന്നാം. ഇതെല്ലാം കൊണ്ട് ആളുകൾക്ക് അദ്ദേഹത്തെ പേടിയാണ് വന്നിട്ടില്ല. ആ പേടി അദ്ദേഹത്തിൻ്റെ ഭരണ നിർവഹണത്തിന് അനുപേക്ഷണീയവുമായിരുന്നു. എല്ലാം ചിട്ടയായി ഒരു കമ്പ്യൂട്ടർ എന്നതുപോലെ അദ്ദേഹം അവസാനം വരെ 95 വയസ്സ് വരെ ജീവിച്ചു, പ്രവർത്തിച്ചു പോരുകയാണ് ചെയ്തത്. കിടപ്പിലായപ്പോൾ അദ്ദേഹം രോഗശൈലിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് പോയിരുന്നു. രോഗശൈലിയുടെ സമീപം പോയി കുറേ അധികം നേരം അദ്ദേഹത്തെ കണ്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പിരിഞ്ഞ വാർത്തയാണ് ഞാൻ അറിഞ്ഞത്. പിരിയുന്നു എന്നോട് യാത്ര പറഞ്ഞു അദ്ദേഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനം ഞങ്ങൾ പിരിയുമ്പോൾ ഞാനിതാ യാത്ര പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. പലപ്പോഴും സൂചിപ്പിച്ചിരുന്ന് ഞാൻ പറഞ്ഞു ആരാണ് ആദ്യം പോകുന്നതൊക്കെ അറിയാൻ വയ്യ, ചിലപ്പോൾ ഞാനാണെന്ന് വരാം, അതില്ല ഞാനേ ആദ്യം പോവുള്ളൂ അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ തന്നെ കാര്യം സംഭവിച്ചു. അപ്പോൾ എല്ലാം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കുന്നത് അകലെ നിന്ന് കേൾക്കുന്ന സ്നേഹസംഗീതം പോലെ അദ്ദേഹത്തിൻ്റെ സ്മരണ എൻ്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. പക്ഷേ സംഗീതത്തിന് അർത്ഥമുണ്ടാകണമെന്നില്ല. AKGയുടെ സ്മരണയിൽ അർത്ഥമുണ്ട്. ആത്മാർപ്പണത്തിൻ്റെ അർത്ഥമാണത്, ഭരണപരമായ കഴിവിൻ്റെ അർത്ഥമാണത്, മറ്റനേക തരത്തിലുള്ള ഡയമെൻഷൻസുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ അർത്ഥമാണത്. അത് മുഴുവൻ തൻ്റെ കുടുംബത്തിന് ചെലവഴിക്കാതെ, തൻ്റെ നാട്ടിൽ തന്നെ ചെലവഴിക്കാതെ, അത് മുഴുവൻ അന്യ സംസ്ഥാനത്ത് ചെന്ന് തമിഴിൽ കേരളത്തിൻ്റെ ഒരു നവോത്ഥാന കവി അല്ല, ആശാൻ തലമുറകളുടെ പ്രവാചക തുല്യമായ വ്യക്തിത്വമുള്ളൊരു കവിയാണ്. ആ കവിയുടെ സ്മരണ നിലനിർത്താൻ അദ്ദേഹം ചെയ്യുന്ന പരിശ്രമം, അത് കേരളം നിലനിൽക്കുന്ന കാലത്തോളം ആശാൻ്റെ സ്മരണ എക്കാലം നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആളുകളുടെ ഹൃദയങ്ങളിൽ, തലമുറകളിൽ തളിരിട്ട് നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്നുകൂടി എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണനെ സംബന്ധിച്ചുള്ള ഭക്തിയാണ്. ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ വലിപ്പത്തിൽ തന്നെ കണ്ടിരുന്നു. ഒരു അത്ഭുത പുരുഷനായിട്ടല്ല, അത്ഭുതങ്ങൾ കാണിക്കുന്നതല്ല അദ്ദേഹം മൊത്തം കണ്ടത്. തൻ്റെ സന്യാസവും താൻ നേടിയ തപസിദ്ധിയുമെല്ലാം കേരളത്തിൻ്റെ സങ്കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ത്യാഗി വര്യനെയാണ് ശ്രീനാരായണ ഗുരുവിൽ AKG എപ്പോഴും കണ്ടിരുന്നത്. കുമാരനാശാൻ പറഞ്ഞതുപോലെ
അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് ആയുസ്, വപസ് എന്ന് വെച്ചാൽ ശരീരം എന്നർത്ഥം, വപസ്സും ധന്യത്തോടങ്ങ് ആത്മതപസ്സും ബലി ചെയ്യൂ. ആ ഒരു ബലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്നിട്ടുണ്ട് ഇതുപോലെ കേരളം മുഴുവൻ ഒരു മുണ്ടും തോളിൽ നേരിയതുമായി നടന്ന് അത്ഭുതകരമായ വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ സൃഷ്ടിച്ച ആ ഋഷിവരനെ അദ്ദേഹം എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ആ പ്രതിഷ്ഠയുടെ അനുഗ്രഹമായിരിക്കാം ഇത്രയും അധികം അശ്രാന്തമായി പരിശ്രമിക്കാനും എപ്പോഴും തളരാതെ പരിശ്രമം തുടർന്നു കൊണ്ടുപോകാനും അതിന് ഫലസിദ്ധിയുള്ളത് കാണാനും അദ്ദേഹത്തിന് ജഗദീശ്വരൻ സൗഭാഗ്യം നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും എന്നെ കർമ്മോത്സുകനാക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ സൗഹൃദത്തിൻ്റെ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു വിത്ത് വിതയ്ക്കുന്ന പോലെ 1966 ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ആരംഭിച്ചപ്പോൾ അത് വെറുമൊരു ബലവൃക്ഷം മാത്രമായിട്ടല്ല വളർന്നത്, മറിച്ച് നിരവധി സ്വപ്നങ്ങളുമായി ചെന്നൈ നഗരത്തിൽ വന്നു ചേർന്നവർക്ക് വേണ്ടിയുള്ള മാറ്റത്തിൻ്റെ അസുലഭ വിത്തായിട്ടാണ് മാറിയത്. ആശാൻ മെമ്മോറിയൽ CBSE സ്കൂൾ എന്ന ആ വിത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവർ സ്വപ്നം കണ്ട വിദ്യാഭ്യാസത്തെ നേടിക്കൊടുത്തു. ആശാൻ മെമ്മോറിയൽ സ്കൂളിൽ തുടങ്ങിയ അസോസിയേഷൻ്റെ ഉയർച്ചയുടെ പാതയിലേക്ക് ഒരു തിരനോട്ടമാകാം അടുത്തത്.
മെമ്മോറിയൽ അസോസിയേഷന്റെ പ്രസിഡന്റായ ഡോക്ടർ CK രവി ഒരു ഫിസിഷ്യൻ എന്നതിലുപരി ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ, എഴുത്തുകാരൻ, മനുഷ്യസ്നേഹി, വ്യവസായിയും കൂടിയാണ്. നാഷണൽ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് അംഗീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അദ്ദേഹം സ്ഥാപിച്ചു. 1966 വരെ കേരളത്തിലെ ഒപ്താൽമോളജിക്കൽ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1999-2000 സിൽവർ ജൂബിലി വർഷത്തിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീനാരായണ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോയമ്പത്തൂർ, SN ട്രസ്റ്റ് കൊല്ലം എന്നിവയുടെ ആജീവനാന്ത അംഗമായ അദ്ദേഹം ശ്രീനാരായണ ഗുരു എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഇരിഞ്ഞാലക്കുടയുടെ ചെയർമാൻ കൂടിയാണ്. ഞാൻ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ പ്രസിഡന്റായ ഡോക്ടർ CK രവിയെ ആദരപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നേക്ക് 6 വർഷമാകുന്നു AK ഗോപാലൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട്. ഗോപാലനെ ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. കാരണം അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള വളരെ അടുപ്പമായിരുന്നു. ഗോപാലേട്ടനെ ഞാൻ മദിരാശി വന്ന തൊട്ട് മുതൽ വളരെ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാനും വൈഫൊക്കെ ഞാൻ മദ്രാസിൽ വന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് വേണ്ടിയാണ്. അപ്പോൾ അന്ന് ഇവിടെ വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജ്യേഷ്ഠനും അച്ഛനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനുള്ള പരിചയം കൊണ്ടും അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ലോക്കൽ ഗാർഡിയൻ. വേറെ പരിചയക്കാരാരുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ദിവസേന എന്നവണ്ണം AKGയുടെ വീട്ടിൽ പോകുമായിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ ആ കുടുംബത്തിലെ അംഗങ്ങളായി തീർന്നു. പിന്നീട് 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷനിലെ നിർവാഹക സമിതിയിലേക്ക് അംഗമാക്കി. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ മദ്രാശിയിലെ തീക്ഷണശാലികളും പ്രബുദ്ധരുമായിരുന്ന കുറച്ച് മലയാളികൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു അസോസിയേഷനാണ്. ആദ്യകാലത്ത് അതിൻ്റെ ഉദ്ദേശം മഹാകവി കുമാരനാശാൻ്റെ കൃതികളെ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും മദ്രാസിലെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു. മലയാളികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ആസ്വദിക്കാനായി അദ്ദേഹത്തിൻ്റെ പല കവിതകളും തമിഴിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് ഒരു പഠനം നടത്തിയ ഒരു പുസ്തകവും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ തുടങ്ങിയത് കുമാരനാശാൻ്റെ സാഹിത്യത്തെ മദ്രാശിയിലുള്ളവർക്ക്, മലയാളികൾക്കും അല്ലാത്തവർക്കുമൊക്കെ അറിയിക്കണം, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ്. മദ്രാസിലെ തീക്ഷണാശാലികളും സാമൂഹ്യ പ്രബുദ്ധരുമായിരുന്ന കുറേ ആൾക്കാരായിരുന്നു അതിന് ആരംഭമിട്ടത്. ശ്രീ MP ദാമോദരൻ, ശ്രീമതി അമ്മുസ്വാമിനാഥൻ, ശ്രീ AK ഗോപാലൻ, ഡോക്ടർ SK നായർ, ഡോക്ടർ KM ജോർജ്, P ഭാസ്കരൻ, ഏബ്രഹാം എന്നുള്ളവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. MP ദാമോദരൻ പ്രസിഡൻറ്റും, SK നായരും അമ്മുസ്വാമിനാഥനും വൈസ് പ്രസിഡൻറ്റുമാരും, ഏബ്രഹാം ട്രഷററും, AKG സെക്രട്ടറിയുമായിട്ടാണ് ഇത് തുടങ്ങിയത്. ഇതിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഊർജ്ജസ്വലമായി നടന്നത് AKGയും ഡോക്ടർ SK നായരും P ഭാസ്കരനുമൊക്കെ ആയിരുന്നു. അവർക്ക് മദ്രാശിയിൽ ഒരു സ്കൂൾ മലയാളികളുടെ നേതൃത്വത്തിൽ നടത്തണം എന്നൊരാഗ്രഹമുണ്ടായി. കാരണം മലയാളികളായ കുട്ടികൾക്ക് ഇവിടെ മദ്രാശിയിലുള്ള മറ്റ് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ്. അങ്ങനെയാണ് ഈ സ്കൂൾ തുടങ്ങാനുള്ള ഒരു പ്രമേയം പാസ്സാക്കിയത്. തുടർന്ന് സ്കൂളിൻ്റെ പരിപാടി ആരംഭിക്കുകയും ചെയ്തു. ഈ ആശയം അവതരിപ്പിച്ചോളും ശ്രീ AKGയും ശ്രീ SK നായരും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മലയാളികൾ നടത്തുന്ന ഒരു സ്കൂളാണ്, പക്ഷെ മലയാളികൾക്ക് മാത്രം വേണ്ടിയുള്ളതല്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ അഡ്മിഷൻ കിട്ടും, അവിടെ പഠിക്കാം, എന്തു വേണമെങ്കിലും ആവാം. അതിൻ്റെ കൂടെ മലയാളം പഠിക്കാനുള്ള സൗകര്യം കൂടി അതിനുണ്ടാക്കി. അങ്ങനെ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇത് തുടങ്ങിയത്.
AKGയെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയൊരു ഭക്തനാണ്. ഗുരുവിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അതേപോലെ തന്നെ കുമാരനാശാൻ്റെ വലിയ ഒരു ആരാധകനും കൂടിയാണ്. ഈ സ്കൂൾ തുടങ്ങിയതിന് ശേഷം പിന്നീട് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായി. കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ഡെൻ്റൽ കോളേജ്, AKG പബ്ലിക് സ്കൂൾ, അങ്ങനെ 13ഓളം സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. LKG തൊട്ട് പഠിച്ച് ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നവരെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ കുമാരനാശാൻ സ്മാരക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുണ്ട്. ഇവിടെ വരുന്നവരെല്ലാവരും പ്രകീർത്തിക്കുന്നൊരു കാര്യമാണ് കുമാരനാശാൻ്റെ ഏറ്റവും വലിയ സ്മാരകം ഈ ആശാൻ മെമ്മോറിയൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതിന് ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്തതും ഏറ്റവും ശ്രമിച്ചതും ശ്രീ AK ഗോപാലനായിരുന്നു. അദ്ദേഹം ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ഒരു നല്ല എൻജിനീയറിംഗ് കോൺട്രാക്ടറായിരുന്നു. അസോസിയേഷൻ വലുതാകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജോലി കുറേശ്ശെ നിർത്തി, അവസാനം പിന്നെ ജോലി പൂർണ്ണമായും നിർത്തി മുഴുവൻ സമയവും ഈ അസോസിയേഷനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുകയായിരുന്നു. ഇത്രയും വർഷം ഞാൻ അസോസിയേഷനിലെ കമ്മിറ്റി മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പല പദവികളും എടുത്തപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനുള്ള വലിയ ഒരു സന്ദർഭം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമേ അദ്ദേഹം തുടങ്ങുകയുള്ളൂ. സ്കൂൾ തുടങ്ങാനാണെങ്കിൽ CBSEയുടെ കംപ്ലീറ്റ് സിലബസും അവർക്ക് വേണ്ടതുപോലെ എല്ലാം പഠിച്ചു കഴിഞ്ഞേ അത് തുടങ്ങുകയുള്ളൂ. അതുപോലെ തുടങ്ങിയാൽ ആ സ്ഥാപനം മുഴുവനാക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. ഒരു സ്ഥാപനവും പകുതിയാക്കി നിർത്തിയിട്ടില്ല. കാരണം ഈ രീതിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല മറ്റുള്ള ട്രസ്റ്റികളൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ഒന്നല്ല അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടത്. ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടു. ഇവിടുത്തെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും, കേരള സമാജത്തിൻ്റെ ആയാലും അതുപോലെയുള്ള എല്ലാത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 6 വർഷമായെങ്കിലും ആ സ്ഥാപനങ്ങളിൽ കൂടി നടക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. എന്തെങ്കിലും പരിപാടികൾ നടത്തുമ്പോഴും ആദ്യം ഞങ്ങൾ ആലോചിക്കുക AKG എന്ത് പറയും, അല്ലെങ്കിൽ AKG എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മലയാള കവിതയ്ക്കുള്ള പുരസ്കാരം നിർത്തുകയാണ്. അത് വളരെയധികം പ്രസിദ്ധമാണ്. കവിതയ്ക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരേ ഒരു പുരസ്കാരമാണത്. അത് തുടർച്ചയായി കൊണ്ടു നടക്കണം, ഇങ്ങനെ ഒരു പുരസ്കാരം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പല സുഹൃത്തുക്കളും വലിയ സാഹിത്യകാരന്മാർ തന്നെ, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ CT പത്മനാഭൻ, പിന്നെ സുകുമാർ അഴീക്കോടിനെ പോലെയുള്ളവരൊക്കെ ഇത് കവിതയ്ക്ക് മാത്രം പോരാ, ഗദ്യസാഹിത്യനും കൂടി വേണമെന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത് കവിതയ്ക്ക് മാത്രം ആയിട്ടുള്ളതാണ്, പിന്നീട് വേണമെങ്കിൽ വേറെ ഒരെണ്ണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ശ്രീ AK ഗോപാലൻ ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹചാരികളായിരുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന പലരും ഇന്ന് നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പുതിയ തലമുറ ക്രമേണ ഈ അസോസിയേഷനും ഇതും പഴയ വ്യഗ്രതയോടുകൂടി തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഒരു പുതിയ തലമുറ ഏറ്റെടുക്കുന്നു. അവരതുപോലെ തന്നെ AKGയുടെ ഉദ്ദേശമനുസരിച്ച് തന്നെ അവർ അത് ചെയ്യുന്നു. മഹാനായ ശ്രീ AK ഗോപാലൻ ഇന്നും നമ്മളോടൊപ്പമില്ല. ഈ സംരംഭത്തിൻ്റെ ആരംഭകാലത്ത് അദ്ദേഹത്തോടു കൂടി ഉണ്ടായിരുന്ന
പല മഹാത്മാക്കളും ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പുതിയ തലമുറ, ഈ ശ്രീ AKGയുടെ മകളും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ താല്പര്യവും അറിവുമുള്ള ശ്യാമള ജയപ്രകാശിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ തലമുറ ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഏറ്റെടുത്ത് നന്നായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. AKG എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. AKGയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 100ഓളം മലയാള സിനിമകൾക്ക് തിരക്കഥ രചിച്ച പ്രശസ്തനും പ്രതിഭാശാലിയുമായ എഴുത്തുകാരനാണ് മിസ്റ്റർ ജോൺ പോൾ പുതുശ്ശേരി. ഒരു കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം തന്റെ എഴുത്തിനോടുള്ള അതിയായ താല്പര്യം മൂലം ജോലി രാജിവെക്കുകയും തുടർന്ന് ഒരു മുഴുസമയ തിരക്കഥാകൃത്തായി മാറുകയും ചെയ്തു. ഒരു തിരക്കഥാകൃത്ത് എന്നതിലുപരി അദ്ദേഹം നിരവധി പുസ്തകങ്ങളുടെയും രചയിതാവാണ്. അതിൽ ഏറ്റവും പ്രശംസ അർഹിച്ചതും സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചതുമായ രചനയാണ് അദ്ദേഹത്തിന്റെ MT ഒരു അനുയാത്ര. ഒരു നിർമ്മാതാവ് കൂടിയായ അദ്ദേഹം തന്റെ ചലച്ചിത്രമായ ഒരു ചെറു പുഞ്ചിരിയിലൂടെ കേന്ദ്ര, സംസ്ഥാന, അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അനുസ്മരണം അർപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യരായ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ആശാൻ മെമ്മോറിയൽ വിദ്യാഭ്യാസ സമുച്ചയവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ഞാൻ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. ഇതുവരെ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കുറച്ചിലായി തന്നെ കരുതി പോന്നിരുന്നു. കാരണം സജീവവുമായി മദിരാശിയുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അല്ലാതെയും ആശാൻ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ വേറെ അപദാനങ്ങൾ പാടപ്പെട്ടിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടാണ് അറിവ്. എൻ്റെ ജ്യേഷ്ഠസ്ഥാനീയരായ സംവിധായകൻ KS സേതുമാധവൻ, ശോഭന പരമേശ്വരൻ നായർ, പ്രാമാണിക ചലച്ചിത്ര നിർമ്മാതാവായ MO ജോസഫ്, അങ്ങനെ പലരും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നതും അവിടുത്തെ ഗുണവിശേഷങ്ങളെക്കുറിച്ച് വാചാലരാകുന്നതും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. മലയാള സാഹിത്യ തറവാട്ടിലെ പ്രാമാണികരായ പ്രഗത്ഭരായ പല ഉജ്ജ്വല വ്യക്തിത്വങ്ങളും അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് വായിച്ചു മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ ആദരവോടുകൂടിയാണ് മറുനാടൻ മലയാളികളുടെ ഏറ്റവും അടുത്തുള്ള ഒരു കേന്ദ്രത്തിൽ എന്നും മലയാളിക്ക് അഭിമാനിക്കാവുന്ന വിധത്തിൽ, ദേശീയതയ്ക്ക് അതിലേറെ അലങ്കാരമാകുന്ന വിധത്തിൽ ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മ ശക്തിപൂർവ്വം നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി നടക്കുന്നൊരു ചടങ്ങിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് വലിയ സൗഭാഗ്യമായി കരുതുന്നു. അതിന് എന്നെ ക്ഷണിച്ച ഇവിടുത്തെ ഭാരവാഹികളോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. AK ഗോപാലൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സഖാവ് AK ഗോപാലിൻ്റെ പേരാണ് നാവിൽ വരിക. പക്ഷേ AKGയുടെയൊക്കെ ഒരു ജീവിത സയനത്തിന് ശേഷം വീണ്ടും തുടർന്ന് മറുനാടൻ മലയാളിയുടെ നാവിൽ എപ്പോഴും ഇറ്റ് നിന്നിരുന്ന AKG എന്ന വാക്കിൻ്റെ പുറകിൽ മറ്റൊരു AK ഗോപാലനാണുണ്ടായിരുന്നു. ഏതാണ്ട് 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത യാത്ര. ഒരു അർദ്ധവിരാമം എന്ന് ONV വിശേഷിപ്പിക്കുന്ന, വാഴ്വെന്ന വാചകത്തിനിടയിൽ അർദ്ധവിരാമം എന്ന് കവി ONV വിശേഷിപ്പിക്കുന്ന മരണതീരത്ത് നിന്ന് സമയത്തിൻ്റെ അപ്പുറത്തേക്ക് പിൻവാങ്ങിയിട്ട് ഏതാണ്ട് 65 വർഷത്തോളം, 6.5 പതിറ്റാണ്ടുകളോളം തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ നിമിഷങ്ങൾ തൻ്റെ ജീവിതായോധനത്തിന് വേണ്ടിയുള്ള ബദ്ധപ്പാടുകൾക്കിടയിൽ പോലും അതിനേക്കാൾ വൈകാരികമായ ഏകാഗ്രതയോടെ ഒരു സാമൂഹ്യ സ്നേഹിയായ മനുഷ്യൻ നിവർത്തിച്ച ഏതാണ്ട് സുവിശേഷ പ്രവർത്തനത്തിന് തുല്യമായ സമർപ്പിതമായ ഒരു പരിശ്രമത്തിൻ്റെ കൂടി വിളഫലമാണ് ആശാൻ മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം വിദ്യാഭ്യാസ സമുച്ചയം എന്നുള്ളത് കാലം ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. 1911 AKG ജനിച്ചത്. ഇത് 2020. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷം എന്ന് പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പിനടുത്താണ് നിൽക്കുന്നത്. അത് മദിരാശിയിലെ മലയാളി സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, മലയാളികളെ മുഴുവൻ സംബന്ധിച്ചിടത്തോളം
മദ്രാശി എന്ന് പറയുന്ന ആ ഒരു നഗരത്തിൻ്റെ പെരുമയോട് ചേർന്ന് നിന്നുകൊണ്ട് ചുവടുകൾ വയ്ക്കുന്ന എല്ലാ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷത്തിൻ്റെയും ആചരണത്തിൻ്റെയും മുഹൂർത്തമാണ്. നമ്മുടെ ഇപ്പോഴത്തെ വല്ലാതെ സങ്കീർണമായ പ്രതികൂല സാഹചര്യങ്ങളിൽ ആഘോഷങ്ങൾ എത്രത്തോളം പ്രായോഗികമെന്ന് അറിയില്ല എങ്കിൽ പോലും മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ആചരിക്കണം. ഇങ്ങനെയൊരു മനുഷ്യൻ ഇതൊരു ജീവിതപ്രദമായി തിരഞ്ഞെടുക്കുകയും ദൃഢബോധ്യത്തോടെ അതിനുവേണ്ടി കരുക്കൾ നീക്കുകയും ഒരുപാട് വലിയ മനസ്കരുടെ സഹായ സേവനങ്ങൾ ഇതിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഫലമായാണ് ഇന്ത്യയിൽ എവിടെയുമുള്ള മലയാളിക്ക് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും മലയാളത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക സമുച്ചയമായി ആശാൻ കേന്ദ്രം വളർന്നു വന്നിട്ടുള്ളത് എന്ന്. ഞാൻ കൂടുതൽ ആമുഖങ്ങളിലേക്കും അതിനോടനുബന്ധമായ വാചകങ്ങളിലേക്കും കടക്കുന്നില്ല. ഇന്നൊരു ചെറിയ പ്രഭാഷണം, വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു വലിയ വിഷയത്തിനെ നോക്കിക്കാണുക, നിങ്ങളോടൊപ്പം അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ പങ്കുചേരുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശമാക്കുന്നത്. ലോക ചരിത്രത്തിൽ ഇന്നോളം മനുഷ്യവംശം നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തവും ഏറ്റവും ഭീകരവും ഏറ്റവും ഉത്കണ്ഠാജനകവുമായ നമ്മുടെ എല്ലാ തുലനസ്ഥിതികളെയും ഉഴുതുമറിച്ച് നമ്മളെ അന്താളിപ്പിൻ്റെ നടുച്ചുഴിയിലേക്ക് പറഞ്ഞു വിടുന്ന രീതിയിലുള്ള ഒരു മഹാവിപത്തിനെ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന നാളുകളാണിത്. കലണ്ടർ പോലും നമുക്ക് മാറ്റി എഴുതേണ്ടി വരുന്നു. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് AD എന്ന് പറയുന്ന നമുക്കിന്നോളം പരിചിതമായ പകുക്കൽ മാറ്റിവെച്ച് കൊറോണ ദിനങ്ങൾക്ക് മുമ്പ്, കൊറോണ ദിനങ്ങൾക്ക് ശേഷം എന്നാക്കേണ്ടി വരുന്നു ഇനിയുള്ള കാലത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ പോലും. കൊറോണ ദിനങ്ങൾക്ക് മുമ്പുള്ള കാലം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമാണ്. കാരണം 9 മാസം പിന്നിടുന്നു നമ്മളതിൻ്റെ കരാളഹസ്തങ്ങൾ നമ്മുടെ മണ്ണിനെയും ആക്രമിക്കാൻ തുടങ്ങിയിട്ട്. മഹാദുരന്തങ്ങൾ പലപ്പോഴും ലോകം നേരിട്ടിട്ടുണ്ട്. ലോകമഹായുദ്ധങ്ങളടക്കം. ലോകമഹായുദ്ധം നടക്കുമ്പോഴും അതിൻ്റെ പരോക്ഷമായ ചില തിക്താനുഭവങ്ങൾ മാത്രമാണ് നമ്മൾ നേരിട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും. ലോകത്തിന് വലിയ വ്യാധികൾ വന്ന ചരിത്രമുണ്ട്. വലിയ പ്രകൃതി ദുരന്തങ്ങൾ വന്ന അഗ്നിപർവ്വതം പൊട്ടിയിട്ടുണ്ട്, പ്രളയമുണ്ടായിട്ടുണ്ട്, അതിഭീകരമായ വരൾച്ച ഉണ്ടായിട്ടുണ്ട്, പകർച്ച വ്യാധികളുടെ ഭീകരമായ താണ്ഡവമാടലുണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നടമാടുന്ന, പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ഒരു പ്രവിശ്യയുമായി ബന്ധപ്പെട്ട് പരിമിതപ്പെട്ടിരുന്നു. പരോക്ഷമായ സ്വാധീന ഫലങ്ങൾ മാത്രമാണ് അവിടെ അല്ലാത്തവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇവിടെ അതല്ല. നമ്മൾ ഇന്ന് നേരിടുന്ന കൊറോണ എന്ന് പറയുന്ന ദുരന്തം, അത് ഉത്തര ധ്രുവം തൊട്ട് ദക്ഷിണ ധ്രുവം വരെ പടർന്നു നിൽക്കുന്നൊരു മഹാവിപത്തായിരിക്കുന്നു. അവിടെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗവും നമ്മുടെ കുട്ടനാടൻ തുരുത്തിലുള്ളൊരു സാധാരണ കൂരയിൽ നിന്ന് വരുന്നൊരു അംഗവും തമ്മിൽ അകലങ്ങളില്ല, വ്യത്യാസങ്ങളില്ല. അങ്ങനെ താണ്ഡവം ഭീകരമായ വിധത്തിൽ നമ്മുടെ മനസ്സിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഇവിടെ വല്ലാത്ത ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് നിൽക്കുമ്പോഴാണ് കൊറോണ അനന്തര നാളുകളെക്കുറിച്ച് ഇവിടെ വലിയ സംഭവങ്ങളും വലിയ ചർച്ചകളും നടക്കുന്നത്. അത് പൂർണ്ണമായും അർത്ഥഭരിതമാണെന്ന് കരുതാൻ വയ്യ. കാരണം എന്നാണ് കൊറോണ അനന്തരം എന്ന് പറയാൻ നമുക്ക് കഴിയുക? കൊറോണയ്ക്ക് എന്താണ് അന്ത്യം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. നാളെ ആകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. 2021 കൊറോണ വിമുക്തമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അത് എത്രത്തോളം കൃത്യതയോടെയുള്ള ഒരു അളക്കലാണ്, അല്ലെങ്കിൽ രേഖപ്പെടുത്തലാണ്, അടയാളപ്പെടുത്തലാണ് എന്ന് പറയാൻ കഴിയാത്ത വിധം നമ്മൾ അന്ധകൂപത്തിലാണ്. ആകൃതി എങ്ങനെയെന്ന് പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ചെറിയ കൃമിയുടെ പേരിലാണ് എല്ലാം കീഴടക്കിയെന്ന് അഹങ്കരിച്ച് നിന്നിരുന്ന മനുഷ്യൻ താൻ എത്ര നിസ്സാരനാണ്, എത്ര നിരാലംബനാണെന്ന അന്താളിപ്പോടുകൂടെ പകച്ചു നിൽക്കുന്നത്. രാജകൊട്ടാരങ്ങളും കുടിലുകളും ഒരുപോലെ ആക്രമിക്കപ്പെടുന്ന ഒരു പ്രത്യേക വിപത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഉഴറി നിൽക്കുന്നത്. എന്താണ് സത്യത്തിൽ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ചുറ്റുമുള്ളവരെ കൂടി നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. MBA ഡിഗ്രി എടുത്തവർ മാസ്ക് വിൽക്കാൻ വേണ്ടി തെരുവിൻ്റെ ഓരത്ത് കാത്തു നിൽക്കുന്നൊരു കാലഘട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ നാടക സമിതിയിലെ ഏറ്റവും വിഖ്യാതരായ നടീനടന്മാർ 8-9 മാസമായി മുഖത്ത് ചായമണിയാനുള്ള സന്ദർഭങ്ങളില്ലാതെ, അതിൽ നിന്നുള്ള വരുമാനമില്ലാതെ ലോട്ടറി ടിക്കറ്റ് വിൽക്കാനും പൊതിച്ച തേങ്ങ വഴിയോരത്ത് കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടിയിട്ട് വിൽക്കാനും നിർബന്ധിതരാകുന്നൊരു കാലം. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഉഴുതുമറിക്കപ്പെട്ടിരിക്കുന്നു. ഉഴച്ച്
പിഴുത് മാറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആത്മീയധാരയിലേക്ക് നോക്കുക. പണ്ടത്തെ പല ക്ഷേത്രങ്ങളിൽ, അമ്പലങ്ങളിൽ, പള്ളികളിൽ പോയി അവിടുത്തെ ആഘോഷപൂർണ്ണമായ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മനസ്സിന് ഒരു പുനരൂർജം സമാഹരിക്കുവാനുള്ള സന്ദർഭങ്ങൾ നമുക്കില്ല. വൈദിക സമൂഹം അമ്പരന്ന് നിൽക്കുകയാണ്. ഇതുവരെ നൽകിയ വ്യാഖ്യാനങ്ങൾ മാറ്റി എഴുതപ്പെടേണ്ടി വരുന്നു. ഇതുവരെ നൽകിയ ഉത്ബോധനങ്ങൾ അതേ ശ്രുതിയിൽ ഇനി ആവർത്തിക്കാൻ വയ്യ. കാരണം ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവൻ നിൽക്കുന്നത് തീച്ചൂളയിലാണ്. തീച്ചൂളയിൽ നിൽക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ പറയാനാവില്ല. വിദ്യാഭ്യാസ രംഗം അത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ അതിൻ്റെ തിക്താനുഭവങ്ങൾ പങ്കിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആശാൻ മെമ്മോറിയൽ പ്രസ്ഥാനത്തിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. 2000, 3000, 4000 വിദ്യാർത്ഥികൾ രാവിലെ സ്കൂൾ അസംബ്ലിയുടെ മുമ്പിൽ നിരന്ന് നിന്നുകൊണ്ട് സ്കൂളിൻ്റെ ചലനങ്ങളിലും സമൂഹത്തിൻ്റെ തുടിപ്പുകളിലും പങ്കാളികളാകുന്നൊരു സന്ദർഭം ഇനി സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്ര അസംബ്ലികൾ ഇനി ഉണ്ടാകുമോ? 40-45 കുട്ടികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ക്ലാസ് മുറികൾ, ഓരോ ക്ലാസ് മുറിയിലെയും പഠനത്തിൻ്റെയും പാഠം ചൊല്ലലുകളുടെയും കൊച്ചു കൊച്ചു ആരവങ്ങൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ട്രസ്പാസ് ചെയ്തിട്ടുണ്ടാക്കുന്ന വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മാത്രമായ ഒരു ആരവ സംഗീതമുണ്ട്. അതിന് നമുക്ക് കാതോർത്ത് കേൾക്കാൻ കഴിയുമോ? കൺപാർത്ത് കാണാൻ കഴിയുമോ? ആസ്പത്രികളിൽ ചെറിയ രോഗത്തിന് പോലും ആളുകൾ ഓടിപ്പാഞ്ഞ് എത്തിക്കൊണ്ട് വൈദ്യശാസ്ത്രത്തെ സമസ്തത്തിനും വേണ്ടി ആശ്രയിക്കുന്നൊരു കാലഘട്ടം മറഞ്ഞു പോയിരിക്കുന്നു. ആശുപത്രികളിൽ തിരക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ആശുപത്രിയിൽ പോകാൻ വരെ ഭയമാകാണ് നമുക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരിടേണ്ടി വരാവുന്ന പരിശോധനകൾ നമ്മളെ കൊണ്ടുവന്ന് തളയ്ക്കാവുന്ന ഇടങ്ങളെക്കുറിച്ച് നമ്മൾ ഉൾഭീതിയുള്ളവരായിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് ഒരു നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മദ്രാശിയിലെ കടൽത്തീരം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ ആൾക്കൂട്ടമുണ്ടായിരുന്ന കഥകൾ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിലെ ഇനി വായിക്കാൻ കഴിയുമെന്ന അവസ്ഥ വന്നിരിക്കുന്നു. രാഷ്ട്രീയ യോഗങ്ങൾ, രാഷ്ട്രീയ ജാഥകൾ, പ്രകടനങ്ങൾ, ഇപ്പോൾ കർഷക സമരം എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഒറ്റപ്പെട്ട അപവാദങ്ങളുണ്ടാകുക. അത് മരണത്തെ മുഖാമുഖം നിന്ന് വെല്ലുവിളിക്കുന്ന മരണത്തെ തണവൽ ഗണിച്ചുകൊണ്ട് ഒരു ചാവേർപ്പട പോലെ വന്നു എന്നേ നമുക്ക് നാളെ കാലഘട്ടത്തിൻ്റെ താളിൽ രേഖപ്പെടുത്താനാവൂ. സ്വാഭാവികമായ രാഷ്ട്രീയ പ്രക്രിയയിൽ നമുക്ക് ഇതേവരെ ഉണ്ടായിരുന്ന എല്ലാ സമ്പ്രദായങ്ങളും മാറ്റി എഴുതേണ്ടി വന്നിരിക്കുന്നു. സാമ്പത്തിക ധാരയിൽ, സാമൂഹ്യധാരയുടെ ഓരോ ഇടചാലുകളിലും സമസ്തമായ ജീവിതത്തെ, കച്ചവടത്തിൻ്റെ ആവട്ടെ, ഭരണചക്രം തിരിക്കുന്നതിൻ്റെ ആവട്ടെ, ഏത് മേഖലയിലുള്ള നമ്മുടെ ഫാക്ടറികളുടെ ഉൽപ്പാദനശാലകളിൽ, നമ്മുടെ പല ധാരകളുടെയും വിഭാവന പുരകളിൽ എവിടെയും ഭക്ഷ്യധാന്യങ്ങളുടെ പോലും പരിപാലനത്തിലും അതിൻ്റെ പരിപോഷണത്തിലും അതിൻ്റെ വിപണനത്തിലും സമസ്ത ധാരകളിലും നാം ഇന്നോളം അനുവർത്തിച്ചു പോകുന്ന സമ്പ്രദായങ്ങൾ മാറ്റി എഴുതേണ്ടി വരികയാണ്. എവിടേക്കാണ് ഈശ്വര നമ്മൾ യാത്ര ചെയ്യുന്നത്? എവിടേക്കാണ് നമ്മളിങ്ങനെ ഈ മലവെള്ളപ്പാച്ചനിടയിൽ പിഴുത് മറിച്ച് വലിച്ചെറിയപ്പെടുന്നത്? അറിയാൻ വയ്യാത്ത അന്താളിപ്പിലാണ് നമ്മൾ. അറിഞ്ഞിടത്തോളം വെച്ച് അതിനെക്കുറിച്ച് നമ്മുടേതായ പ്രബന്ധങ്ങൾ നിരത്തി സെമിനാറുകൾ നടത്തുന്നതുകൊണ്ട് ഫലപ്രാപ്തിയില്ല. അറിഞ്ഞത് അറിയേണ്ടിയിരിക്കുന്നതിൻ്റെ എത്ര ശതമാനമാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി 1 വർഷമാണോ, ഒരാഴ്ചയാണോ, അതോ 5 വർഷം കൂടിയാണോ നമ്മളിത് നേരിടാൻ പോകുന്നത്? അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടതായൊരു വലിയ വിഷയമുണ്ട്. നാളെ ഈ പൊള്ളൽ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന മനുഷ്യ സമൂഹത്തെ നോക്കിക്കൊണ്ട് ആശാൻ മെമ്മോറിയൽ സ്കൂളിലെ അധ്യയന രീതികൾ ഇതുവരെ പാലിച്ചു വന്ന കീഴ്വഴക്കങ്ങളെ തന്നെ തുറന്ന് പാലിച്ചുകൊണ്ട് തുടരാൻ കഴിയുമോ? അതോ അതിൽ ഒരു പുനർനവീകരണം ആവശ്യമായി വരില്ലേ? ആശാൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ വിരൽ ചൂണ്ടുന്നത് ഈ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിവർത്തനവുമായിട്ട് അത് ബന്ധപ്പെട്ടത് കൊണ്ടാണ്. ഇത് ജീവിതത്തിലെ ഏത് വ്യവസ്ഥയോടും ഏത് വ്യവസ്ഥാപനത്തോടും അതിൻ്റെ കീഴ്വഴക്കങ്ങളോടും അതിൻ്റെ ഇനി വരാനിരിക്കുന്ന തുടർച്ചകളോടും അനുബന്ധപ്പെടുത്തി നമുക്ക് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ വരെ പാടിയ പാട്ടാണോ നാളെ ഈ അസന്തുലിതാവസ്ഥയുടെ തീച്ചുളയിലൂടെ നടന്നും കടന്നും കരഞ്ഞും ഇഴഞ്ഞും വന്നെത്തുന്ന ഒരു മനുഷ്യ സമൂഹത്തോട് നമുക്ക് പാടാനുണ്ടാവുക? നമ്മൾ ഇന്നലെ വരെ പറഞ്ഞ കഥകൾ കൊണ്ടാണോ ഇവരെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്? പഠിപ്പിച്ച പാഠങ്ങൾ പുനരെഴുതേണ്ടി വരില്ലേ? പുതിയ പാഠങ്ങൾ എഴുതി കണ്ടെത്തേണ്ടി വരില്ലേ? നിശ്ചയമായും വേണ്ടി വരും. ഒരു ലോകാവസാനത്തിന് ശേഷം വീണ്ടും ഒരു ഉദയം വരുമ്പോൾ അവശേഷിക്കാൻ എന്തോ പുണ്യം കൊണ്ട്, ഏതോ സുഹൃത ഭാഗ്യം കൊണ്ട് ഊഴം ദാനമായി ലഭിക്കാനിരിക്കുന്ന കുറച്ച് പേരാണ് നമ്മളിൽ ബാക്കിയുള്ളത്.
ഇന്നലെയുടെ ഗരിമ പറഞ്ഞിരുന്നു കൊണ്ട് അഹങ്കരിക്കാനുള്ള നാളുകൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു പൊതുവായ വശം ആന്തരിക ധാരയിലൂടെ നമ്മൾ കുറച്ചുകൂടെ മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ കൊച്ചു കൊച്ചു നിമിഷങ്ങളിൽ നിന്ന് പോലും ഇതുണ്ടാക്കുന്ന വൈകാരികമായ ആഘാതം, സ്വാധീനം, ചലനം, അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. വളരെ ലളിതമായ എന്തെങ്കിലും സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ അകന്നിരുന്നവർ പെട്ടെന്ന് അടുത്ത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവിക്കുന്ന കാഴ്ചയിലെ അമ്പരപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഭീകര താണ്ഡവമാടുന്നതായിട്ടാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാർ രേഖപ്പെടുത്തുന്ന സാക്ഷ്യം. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ജോലിയുടെ ബന്ധപ്പാടുമായി ജോലി സ്ഥലങ്ങളിലേക്ക് പോയി സന്ധ്യയോടടുത്ത സമയത്ത് പെൻഡ്രൈവുമായി തിരിച്ചു വന്ന് ആ പകലിൻ്റെ ബാക്കിയും രാത്രിയുടെ ആദ്യ പകുതിയും അവരവരുടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ സ്വന്തം ഓഫീസ് ജോലിയുടെ പെൻഡ്രൈവുമായിട്ട് ചടഞ്ഞിരുന്ന് അത്താഴം ഓവനിലുണ്ട് സൗകര്യമുള്ളപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഭർത്താവ് ഒരു സമയത്ത് ഭാര്യ ഒരു സമയത്ത് മേശപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു പ്ലേറ്റിൽ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വെച്ച് എന്താണ് കഴിക്കുന്നതെന്ന് പോലും രുചി നോക്കാതെ വെട്ടി വിഴുങ്ങി ജോലി തുറന്ന് പുലർച്ചയോടത്ത് ഏതെങ്കിലും യാമത്തിൽ കിടക്കറയിലേക്ക് പോയി വെട്ടിയിട്ടൊരു മരത്തടി പോലെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഈ യജ്ഞം തുടരുന്ന ആ ഒരു ജീവിതത്തിൽ നിന്ന് പാതിപ്പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഉള്ളവർ തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, അഥവാ പുറത്ത് ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നെങ്കിലും ആഴ്ചയിൽ എല്ലാ ദിവസവും വേണ്ട. ഒരുപാട് സമയം ഒരേ അറയിൽ തളയ്ക്കപ്പെടുമ്പോൾ ആ അറ സ്വന്തം വീടായിരുന്നു എന്ന് പോലുമുള്ള തിരിച്ചറിവ് അങ്ങനെ ഇതിനകത്ത് ഒതുക്കപ്പെടുമ്പോഴാണ് ഉണ്ടാകുന്നത്. അവിടെ പരസ്പരം കാണുമ്പോൾ അത്ഭുതത്തോടെയാണ് കാണുന്നത്. പലർക്കും അപരിചിതരോടൊപ്പം താമസിക്കുന്ന ഒരു അങ്കലാപ്പുണ്ടാകുന്നു എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ സ്വന്തം ജീവിത പങ്കാളി തൊട്ടടുത്തുണ്ടായിരുന്നപ്പോൾ അവരെ കാണേണ്ട വിധം കാണാൻ സമയമില്ലാതിരുന്ന മനുഷ്യൻ അവരെ തൊട്ടടുത്ത് അറിഞ്ഞു കാണേണ്ടി വരികയാണ്. ഒരുപക്ഷെ വിവാഹാനന്തര ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1-2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് തൻ്റെ പങ്കാളിയെ ഇതേപോലെ സസൂക്ഷ്മം അടുത്ത് അറിയാൻ കഴിയുന്നത്. ഈ 20 വർഷത്തിനിടയിൽ താൻ കാണാതെ പോയ ഒരുപാട് മാറ്റങ്ങൾ അതിൽ പലതരോടും തനിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ചുണ്ടി കയറുന്ന പെട്ടെന്ന് കോപിക്കുന്നതിൻ്റെ പ്രകൃതം അത് ആ പങ്കാളിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ശൈഥില്യങ്ങളുണ്ടാകുന്നു, ബന്ധങ്ങളിൽ ഉലച്ചിലുകളുണ്ടാകുന്നു. ഇതിനപ്പുറം മറ്റൊരു സവിശേഷമായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. തിരക്കുകൾക്കിടയിൽ കാണാൻ സൗഭാഗ്യം കിട്ടാതെ പോയവർ അടുത്തിരുന്നപ്പോൾ നഷ്ടദിനങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു. ഞാൻ ഏറെ ആദരിക്കുന്ന ഒരു ഗായക നടനുണ്ട് മലയാള നാടകവേദിയിൽ, മരട് ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കൊണ്ട് കൊച്ചിയിൽ നിന്നിറങ്ങുന്ന നാടകങ്ങൾ മാത്രമല്ല, എൻ പിള്ളയുടെ നാടകങ്ങൾ, പൊൻകുന്നം വർഗീസാറിൻ്റെ നാടകങ്ങൾ, KT മുഹമ്മദിൻ്റെ നാടകങ്ങൾ, അങ്ങനെ ഒരുപാട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ നാടക സമിതികളുടെ നാടകങ്ങളിലെ മുഖ്യ നടനും ഗായകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നവതി കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ആശംസകൾ അർപ്പിച്ചു. അത്യാവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ. അദ്ദേഹം ഭാര്യയും കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു 76 വർഷം നാടകത്തിൽ മാത്രമായി നിന്നൊരാളാണ്. നാടകം ജീവിത സായനത്തിൽ അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തു പോന്നു. അത് കഴിഞ്ഞ് നാടകത്തിൽ നിന്ന് പതുക്കെ വിട്ടു നിന്നപ്പോൾ ഒരു 5-8 കൊല്ലം വീട്ടിലിരുന്നാൽ എന്നെ ആനയിച്ച് കൊണ്ടുപോകാൻ ആളുകൾ വരും. അവരുടെ സൽക്കാര മേശയ്ക്ക് അരികിലിരുന്നുകൊണ്ട് ഞാൻ പഴയ പാട്ടുകൾ പാടും, നാടകത്തിലെ പഴയ കൊച്ചു അനുഭവങ്ങൾ പറയും. അങ്ങനെയുള്ള എഴുന്നള്ളിപ്പ് പെട്ടെന്ന് ഇല്ലാതെയായി കൊറോണ വന്നതോടുകൂടി. ആകെ പുറത്തിറങ്ങുന്നത് അല്പം പാല് വാങ്ങണം, അല്പം റൊട്ടി വാങ്ങണം, അത്യാവശ്യം പച്ചക്കറി എന്തെങ്കിലും വാങ്ങണം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി 2-3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഒന്ന് പുറത്തിറങ്ങും, പോയ വഴി തിരിച്ചു വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ വ്യതിചലിക്കാനോ സന്ദർഭമില്ലാതെ ഒരുമിച്ച് കഴിയേണ്ടി വന്നപ്പോഴാണ് എനിക്ക് 90 വയസ്സ്, എൻ്റെ ഭാര്യയ്ക്ക് 80-നപ്പുറത്ത് പ്രായമുണ്ട്. 2 മക്കൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും വർഷം ജീവിച്ചതാണ്. പക്ഷെ തിരക്കുകൾക്കിടയിൽ ഒരു വേഷത്തിൽ നിന്നും മറ്റൊരു വേഷത്തിലേക്കും ഒരരങ്ങിൽ നിന്നും മറ്റൊരരങ്ങിലേക്കും ഓടിത്തികയ്ക്കുന്നതിനിടയിൽ ഞാൻ ഇന്നിപ്പോൾ കാവൽ മാലാഖ എന്ന് വിളിക്കേണ്ടി വരുന്ന എൻ്റെ ഭാര്യയുടെ മുഖം വേണ്ടുവോളം ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ 80 താണ്ടി നിൽക്കുന്ന, ഏതാണ്ട് ശതാഭിഷേകത്തെ ആകാനുള്ള ഊഴം അടുത്തിരിക്കുന്ന എൻ്റെ കാവൽ മാലാഖയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ മുഴുവൻ മുടികളും പകുതിയിലേറെ നരച്ചു കഴിഞ്ഞു എങ്കിൽ പോലും എന്ത് സൗന്ദര്യമാണ് ഇവൾക്ക്. ഈ ഭയങ്കര നഷ്ടബോധം തോന്നുന്നു സാർ. ഞാൻ വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഇവൾക്ക് കൂടി വന്നാൽ 18 വയസ്സ് പ്രായം കാണും, എനിക്ക് 25-26 വയസ്സ് പ്രായം കാണും. അന്ന് ഇതിൻ്റെ എത്ര ഇരട്ടി സുന്ദരിയായിരുന്നിരിക്കണം ഇവൾ.
ഇവളുടെ നല്ല പ്രായം, യൗവനം, സൗന്ദര്യം, ഇത് കൊതി തീരെ കാണാൻ പോലും എനിക്ക് കഴിയാതെ പോയി. ഞാൻ എൻ്റെ തിരക്കുകളുടെ പുറകിൽ ഭ്രാന്തമായി അലയുകയായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഇവളെ ഇത്രത്തോളം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഇവളുടെ ആ നല്ല പ്രായത്തിനിടയിൽ മക്കൾ, കുടുംബം, വീട്, അതിൻ്റെ ഉത്കണ്ഠകൾക്കിടയിൽ എൻ്റെ ഒരു സാമീപ്യമോ അത്തരത്തിലുള്ള എൻ്റെ ഒരു തലോടലോ ഇവൾ ആഗ്രഹിച്ചിരുന്ന സമയത്ത് അതെനിക്ക് നൽകാനും കഴിഞ്ഞിട്ടില്ല. വല്ലാത്ത കുറ്റബോധം തോന്നുന്നു ജീവിതത്തിൽ. ഇത് ഞാൻ ഈ അനുഭവം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ മസൃണതയുടെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഇനിപ്പ് ഉണർത്തുന്ന ചില നിമിഷങ്ങളാണ്. നഷ്ടപ്പെട്ടു പോയതൊന്നും നമുക്ക് പിരിച്ചു പിടിക്കാനാവില്ല. അപ്പോൾ പല തിരിച്ചറിയലുകൾക്കും ഈ ദുരന്ത നാളുകൾ നിവൃത്തിയാകുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാനത് ഒന്ന് രണ്ടിടത്ത് പറഞ്ഞതാണ്, പക്ഷെ പറയാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും. കാരണം ഏറെ വർഷങ്ങൾക്ക് ശേഷം പഴയ സഹപ്രവർത്തകനായിരുന്ന ഒരാളെ ഞാൻ കണ്ടുമുട്ടുന്നു വഴിയോരത്ത് വെച്ച്. അദ്ദേഹം അമേരിക്കയിൽ സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുള്ള ഒരാളാണ്. നാട്ടിലേക്ക് വർഷത്തിലൊരിക്കൽ വരും. മക്കളൊക്കെ പലയിടത്തുമാണ്. ഭാര്യയും ഭർത്താവും കൂടെ വരും. അവർക്ക് താമസിക്കാൻ ഒരു വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതിൻ്റെ വലിയ ബംഗ്ലാവിൻ്റെ അപ്പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ വന്ന് മാർച്ചിൽ തിരിച്ചു പോകാനിരുന്നതാണ്. കൊറോണ കാരണം യാത്ര മുടങ്ങി 1 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ എന്തോ സാധനങ്ങൾ വാങ്ങിയിട്ട് അദ്ദേഹം വരുമ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന കാറിൻ്റെ മുമ്പിൽ വന്ന് പരസ്പരം കാണുകയും വഴിയോരത്ത് ഞങ്ങൾ അല്പം വർത്തമാനം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസിൻ്റെ അവിടം വരെ കാറിൽ ഞാൻ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റേത് പ്രണയ വിവാഹമായിരുന്നു. ആ വിവാഹത്തിന് വീട്ടുകാരെ എതിർത്തപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമം നടത്തി ഇരുവരെയും ഒന്ന് പൊരുത്തപ്പെടുത്തി ആ വിവാഹ ബന്ധത്തിലേക്ക് ആ പ്രണയത്തെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിൽ ചെറിയൊരു പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. വീടിൻ്റെ വാതിക്കലെത്തിയപ്പോൾ ഇറങ്ങി കയറിയിട്ട് പോകൂ എന്ന് പറയാൻ സാഹചര്യങ്ങൾ അനുവദിക്കാത്തടത്ത് ഒരു ചായയെങ്കിലും കുടിക്കണം എന്ന് അദ്ദേഹം നിർബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പത്നിയകത്ത് പോയി ചായ എടുത്തുകൊണ്ട് വന്നു. ഒരു 2 വാക്ക് കുശലം പറഞ്ഞു. അതിസുന്ദരിയാണ് ഈ ഭാര്യ. കാപ്പി കുടിച്ച ഗ്ലാസ്സുമായിട്ട് അവർ യാത്ര പറഞ്ഞ് ഞാൻ കാറ് മുന്നോട്ടെടുക്കുമ്പോൾ വളരെ സ്വാഭാവികമായി ഞാൻ അവരുടെ നടന്നു പോകുന്നവരുടെ പിൻവശം നല്ല സമൃദ്ധമായ മുടിയുണ്ട് അവർക്ക്. ആ മുടിയിൽ 5-8 നരച്ചിരിക്കുന്നത് ഒരു പ്രത്യേക കാരണമൊന്നുമില്ലാതെ എൻ്റെ അലക്ഷ്യമായ നോട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുകയാണ്. എൻ്റെ രാത്രി ഉറക്കമെന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ്. ഉറക്കം കഴിഞ്ഞ് ഒരിറക്കം കഴിഞ്ഞ് ഞാനൊന്ന് ഉണരും. 1/2 മണിക്കൂർ ഉണർന്നിരിക്കും. ആ ഉണർവിൻ്റെ വേളയിലാണ് ഫോൺ നോക്കിയിട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങളെ ഡിലീറ്റ് ചെയ്യുക. അത്യാവശ്യമുള്ള ചില മെയിലുകൾക്ക് അതിൽ തന്നെ മറുപടി അയക്കും. പിന്നെയും കിടന്നുറങ്ങും. ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഉണർന്ന് 1/2 മണിക്കൂർ. ഇങ്ങനെയുള്ള ഉണർവിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റുകൾക്കിടയിൽ എപ്പോഴെങ്കിലും അതേസമയത്ത് ഭാര്യയും ഉണരാറുണ്ട്. ചിലപ്പോൾ ടോയ്ലറ്റിൽ പോയി ഫ്രഷായിട്ട് വീണ്ടും വന്ന് കിടക്കുന്നതിനിടയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്താനാവാത്ത സന്ദർഭങ്ങളില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ പരസ്പരം മൊഴിയാടും. അന്ന് അതുപോലൊരു ഉണർവിൻ്റെ യാമത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളുടെ ഭാര്യയെ കണ്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ. ഒരു മൂളലാണ് പ്രത്യുത്തരം. അപ്പോൾ അവൾ ഇങ്ങനെ കാപ്പിയൊക്കെ തന്നത് തിരിഞ്ഞ് നടന്നു പോകുമ്പോഴാണ് ഞാൻ കാണുന്നത് അവളുടെ 5-8 മുടി നരച്ചിരിക്കുന്നു. നല്ലവണ്ണം മുടിയുണ്ടായിരുന്നൊരു കൊച്ചല്ലേ. പ്രത്യേകിച്ച് പ്രതികരണം ഉണ്ടായില്ല. ഞാൻ കരുതി ഉറങ്ങിപ്പോയി കാണുന്നു. ഞാനും എന്നാൽ കിടക്കാമെന്ന വിധത്തിൽ ഒന്ന് അനങ്ങി ചരിഞ്ഞ് ശരീരം നിവർത്തിയപ്പോൾ അറിയാതെ ആത്മകഥം പോലെ 2 വാക്കുകൾ അപ്പുറത്ത് നിന്ന് പതുക്കെ മുഴങ്ങി മന്ത്രിക്കുന്ന സ്വരത്തിൽ. എൻ്റെ 10-45 മുടി നരച്ചിട്ട് 1.5 കൊല്ലമായി. നിങ്ങൾക്കത് ഇതുവരെ കാണാൻ പോലും സമയമുണ്ടായോ മനുഷ്യ? ഒരു ഞടുക്കത്തോടെയും നീറ്റലോടെയും കുറ്റബോധത്തോടെയും ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. മനസ്സ് സംസാരിച്ചതാണോ അതോ ആത്മകഥം പോലെ പറഞ്ഞ് ഉറക്കത്തിനിടയിൽ നിന്ന് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതുന്നതിനിടയിൽ ഒരു മന്ത്രണം പോലെ പുറത്തു വന്നതാണ്. വലിയ കുറ്റബോധം തോന്നി. എന്നോടൊപ്പം ഊണിലും ഉറക്കത്തിലും തീ കണ്ട വർഷങ്ങൾ മുഴുവൻ 45 വർഷം പിന്നിടുന്നു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്. വളരെ കുറച്ച് നാളുകൾ ഈ എൻ്റെ ഭ്രാന്ത് പിടിച്ച ചലച്ചിത്ര യജ്ഞങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾക്കിടയിൽ പരസ്പരം പിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞാൽ ബാക്കി ആദ്യ അവസാനം എൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നൊരു കഥാപാത്രമാണ്. അവർക്ക് പ്രത്യക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കാൻ ഞാൻ മെനക്കെട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില അപകടപ്പെടുത്തുന്ന തിരിച്ചറിവുകൾ പോലും നമുക്ക് തന്നുകൊണ്ടാണ്. കൂടുതൽ ആഴത്തിലുള്ള തിരിച്ചറിവുകൾ ഉപബോധ തലത്തിൽ നമുക്കുണ്ടാകുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ചില മാത്രകളെയാണ് വിളംബരം ചെയ്യുന്നത്. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം ഉഴുതുമറിക്കപ്പെടുകയാണ്. നമ്മുടെ എല്ലാ കണക്കുകളും മാറുകയാണ്. പുതിയ മെറ്റഫോഴ്സിലൂടെ പുതിയ രൂപകങ്ങളിലൂടെ വേണം നമ്മളിനി സഞ്ചരിക്കാൻ. നമ്മൾ ഉപയോഗിക്കുന്ന ആലാപനത്തിൻ്റെ രാഗനിട്ടകൾ മാറുകയാണ്. നമ്മളുടെ കവിതകളുടെ വൃത്തങ്ങളും മാറുകയാണ്. അതിൽ അലങ്കാരങ്ങൾ മാറുകയാണ്. സന്ധ്യസമാസങ്ങൾ മാറുകയാണ്. ഭാഷയുടെ സ്വീകാര നിരാകാര വേഗതയിലും മാറ്റം വരികയാണ്.
ഈ മാറ്റങ്ങൾക്കപ്പുറത്ത് എന്നെന്ന് പറയാനാവാത്തൊരു തീരത്തിലേക്കാണ് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെ അതിർത്തികൾക്കിടയിൽ ആ രാജ്യങ്ങളിൽ പരസ്പരം പുലരുന്ന ശാന്തിയുടെയും സൗഹൃദത്തിൻ്റെ അളവ് മാത്രങ്ങളനുസരിച്ച് രണ്ട് രാജ്യത്തിൻ്റേതുമല്ലാത്ത കുറച്ചിടങ്ങളുണ്ട്. എത്ര സൗഹൃദത്തിലാണെങ്കിലും ഒരു ചെറിയ ഇടം അതിൻ്റെ നടുക്കുകയാണ്, കമ്പിവേലിക്കെട്ടുകൾക്ക് നടുവിലായി. അത് ആരുടേതുമല്ലാത്ത ഇടം നോമാൻസ് ലാൻഡ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുക. നമ്മൾ നോമാൻസ് ഇറായിലാണ്. കൊറോണയ്ക്ക് മുമ്പുള്ള നാളുകൾക്കും കൊറോണ അനന്തരം പുലരാനിരിക്കുന്ന എപ്പോഴോ ഉള്ളൊരു ഉദയത്തിന് നടുക്ക് കൊറോണയുടെ താണ്ഡവത്തിൻ്റെ ചുവട്ടിൽ സ്വയം മെതിക്കപ്പെടുവാൻ വേണ്ടി കാലം വിധി വലിച്ചെറിഞ്ഞ പാമരങ്ങളെ പോലെ നമ്മൾ നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒരു എന്തലിൻ്റെ ആളലോടുകൂടി കൊറോണ അനന്തര നാളുകളെക്കുറിച്ച് ചിന്തിക്കാൻ ധൈര്യപ്പെടുകയാണ്. ഈ കൊറോണ നമുക്ക് നൽകുന്ന ശേഷപത്രം എന്ന് പറയുന്നത് ഈ ആളലാണ്. ഈ ആളൽ നിന്ന് മനുഷ്യൻ ഒരിക്കലും മനുഷ്യനോട് കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് മാത്രം അടുക്കുന്നില്ല, അകന്നു നിൽക്കുന്നതുകൊണ്ട് അകന്നു പോകുന്നില്ല. ബാഹ്യമായ ഇത്തരം ആലിംഗനങ്ങൾക്കും ആശ്ലേഷങ്ങൾക്കും അകൽച്ചകൾക്കും അപ്പുറത്ത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഒരേ അച്ചിൽ വാർത്തെടുക്കപ്പെട്ട ഈശ്വര സൃഷ്ടികൾ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ സൃഷ്ടികൾ എന്ന നിലയിൽ മുറിച്ചു മാറ്റാനാകാത്ത വിധൊരു ബന്ധമുണ്ടെന്നും അത് പാരസ്പര്യത്തിൻ്റെ നൈരന്തര്യത്തിലൂടെ ഏറ്റവും ഹൃദയവിശുദ്ധിയോടുകൂടിയ രാഗത്തിൽ ആലപിക്കപ്പെടേണ്ട ഒരു സുവിശേഷ ഗാനമാണ്, സങ്കീർത്തനമാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വലുതെന്ന് നമ്മൾ കണ്ടതൊന്നും വലുതല്ലെന്ന് നമ്മൾ തിരിച്ചറിയാൻ ബാധ്യസ്ഥരാണ് ഈ അപകടസന്ധിയിലും. ഇപ്പോഴും പാഠം പഠിക്കാത്ത പഴയ പാഠം ആവർത്തിച്ചുകൊണ്ട് അതിൻ്റെ രക്തസാക്ഷിയാവുന്നത് മറ്റുള്ളവരാണെങ്കിൽ ഞാൻ എന്തിനതിനെക്കുറിച്ച് ബോധവാനാകണമെന്ന സ്വാർത്ഥ ചിന്ത കൊണ്ട് മതിച്ചു വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടേതാവണോ നാളെ ചിന്തിക്കണം. ഈ അവസ്ഥയിൽ നമ്മളോടൊപ്പം വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ട വിധം നമ്മളെ കൊടുത്തിട്ടുണ്ടോ? എൻ്റെ കുട്ടിക്കാലത്തേക്ക് ചിന്തിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്നത് ദിവസവും തോറും അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ചേർന്നുള്ള ചില കൂട്ടിരിപ്പുകളുടെ മുഹൂർത്തങ്ങളുണ്ട്, പ്രത്യേകിച്ചും സന്ധ്യാവേളകളിൽ. അവിടെയെല്ലാം ചെറിയ ചെറിയ കുസൃതികൾ അമ്മ നിരത്തുന്ന അവലാതി പട്ടികയിൽ ഉണ്ടാകുമ്പോൾ ചെവിക്കൊരു തിരുമ്മൽ, തോളത്തൊരു നുള്ളൽ, അങ്ങനെയുള്ള ചില ശിക്ഷാ നടപടികളുണ്ടാകും. പരീക്ഷയ്ക്ക് ഇത്തിരി മാർക്ക് കൂടുതൽ കിട്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാഠ്യേതര വിഷയങ്ങളിൽ ഒരു സാമർത്ഥ്യം കാണിച്ചു എന്ന് പറയുമ്പോൾ തോളത്ത് ഒരു തലോടലുണ്ടാകും. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഇവ നമുക്ക് പകർന്നു തന്നിരുന്നൊരു വല്ലാത്ത സുരക്ഷിതത്വ ബോധമുണ്ട്, വൈകാരികമായ ഒരു സുരക്ഷിതത്വം. എന്നെക്കുറിച്ച് ജാഗരൂകമായി ശ്രദ്ധിക്കുവാൻ ആരൊക്കെ ഉണ്ട്. എൻ്റെ കാലിടറിയാൽ അവരെന്നെ തിരുത്തും. അത് നഷ്ടപ്പെട്ടില്ലേ പിന്നീട് വന്ന് നമ്മുടെ തലമുറയ്ക്ക്? എവിടെ ചെന്നെത്തി നമ്മൾ? ഈ വൈകാരികമായ സ്പർശം, സാന്നിധ്യം നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ, മക്കൾ, അവർക്ക് പിന്നെ യന്ത്രങ്ങൾ മാത്രമാണ് കൂട്ട്. യന്ത്രങ്ങൾ അവരെ നയിക്കുന്നതോ ആ പ്രായത്തിൽ അവരൊരിക്കലും അറിയരുതാത്ത ഒരുപാട് അപകട ചുഴികളിലേക്കാണ്. ഒരു തലമുറ വൈകാരികമായ മസൃണതയെ അന്യമായി തീർന്ന് പരസ്പരം വിഘടിച്ച് നിൽക്കുന്ന ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇത്തരം ചില കൂടിച്ചേരലുകളുടെ ഇല്ലാതെയാകൽ അതിലെ പ്രധാന പ്രതിപത്രത്തിൽ നിൽക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ എന്തെല്ലാം സാധ്യതകളാണ്. മനസ്സിൻ്റെ ആർദ്രതയ്ക്ക് എന്നും നിത്യചോദനയായി നിന്നിരുന്ന ഒരുപാട് നിമിഷങ്ങൾ നമ്മുടെ ജീവിത താളത്തിൽ നിന്ന്, ജീവിതത്തിൻ്റെ സൂചികയിൽ നിന്ന് അപ്രത്യക്ഷമായത് ഇനിയെങ്കിലും നമ്മൾ കണ്ടെത്തണം. എവിടെയെല്ലാമാണ് നമുക്കിടറിയത് എന്ന് ഒരു ആത്മപരിശോധന നടത്തുവാനുള്ള ഒരു ഊഴം കൂടി ഈ ദുരിതപ്പാടുകൾക്കിടയിൽ നമുക്ക് ബാക്കിയുണ്ട്. വായിക്കാൻ എളുപ്പമല്ലേ, എഴുതാൻ ധാരാളം സമയമുണ്ടല്ലോ എന്നാണ് പലരും പറയാറ്. വായിക്കാനിരിക്കുമ്പോൾ ഒരു വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടുന്ന ഞാൻ, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങാൻ അനുവാദമുള്ള ഞാൻ, എനിക്ക് ശാരീരികമായ ഈ ചലനങ്ങൾക്കുള്ള സാധ്യത കുറയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ സന്ധികളിൽ വല്ലാത്ത വേദന വരുന്നു, ചലിക്കാത്തതിൻ്റെ വേദന. ഈ ബോഡിക്കുണ്ടാകുന്ന റിജിഡ്നെസ്, സ്റ്റിഫ്നെസ് വളരെ സ്വാഭാവികമായിട്ട് മനസ്സിനെ ബാധിക്കുന്നു. ഒരു വായനയ്ക്ക് വേണ്ടി, ധ്യാനത്തിലുള്ള വായനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ 10 പേജ് കഴിയുമ്പോഴേക്കും എൻ്റെ ശ്രദ്ധ പതറിപ്പോകുന്നു. എഴുതാനിരിക്കുമ്പോൾ എഴുതണമെന്ന ആവേശത്തോടു കൂടി നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങിയതിൻ്റെ ധ്യാനം ഇടയ്ക്ക് എവിടെ വെച്ച് ഇടറുന്നു. മനസ്സിൻ്റെ സ്റ്റിഫ്നെസ് ശരീരത്തെ ബാധിക്കുന്നു. ഇത് ആത്യന്തികമായി പരസ്പരം ബാധിച്ച് എന്നെ വലയ്ക്കുന്നു.
ഇതിനെയെല്ലാം അതിഭവിച്ചുകൊണ്ട് വേണം എനിക്ക് മുന്നോട്ട് പോകുവാൻ. ഈ അതിഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ എത്ര നിസ്സാരനാണെന്ന് ഞാൻ തിരിച്ചറിയണം. വേണ്ട, ഏറ്റവും കുറഞ്ഞത് എന്നെ അതിന് കൊള്ളില്ലെന്നെങ്കിലും ഞാൻ തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് വരാനിരിക്കുന്ന കൊറോണാനന്തര നാളുകളിലേക്ക് എനിക്ക് ആദ്യ പാഠം പഠിക്കുവാൻ വേണ്ടിയുള്ള ആദ്യ ലിപികൾ. ആ ലിപികളെ ഉണർത്തുന്നതിന് ആശാൻ സ്മാരക വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ കേന്ദ്രമായ ഈ പ്രസ്ഥാനത്തിനും അതിനെ നയിക്കുന്ന പ്രഗത്ഭമതികളായ അതിൻ്റെ സാരഥികൾക്കും കഴിയട്ടെ. ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം സന്ദർഭങ്ങളും അതിന് വഴി തുറക്കട്ടെ എന്ന പ്രാർത്ഥന ഇന്നിൻ്റെ ഇനി വരാനിരിക്കുന്ന സയാഹ്ന മുഖത്തിനോടും നാളെയോടുമുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ, ആർത്തി പൂണ്ട എൻ്റെ സ്വാർത്ഥതയുടെ പേരിൽ ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. നന്ദി. സച്ചി എന്നറിയപ്പെടുന്ന കെ സച്ചിദാനന്ദൻ സമകാലീന ഇന്ത്യൻ കവികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കൃതികൾ വിവർത്തനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രചനകളിൽ കൂടുതലും സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹിക പ്രതിബന്ധങ്ങളെയും സാമൂഹിക തിന്മകളെയും ചിത്രീകരിക്കപ്പെട്ടിരുന്നു. ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ കൂടിയായ അദ്ദേഹം 1996 മുതൽ 2006 വരെ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിച്ചു. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം നൽകി ആദരിച്ച അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമായി 40-ലധികം സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2011 10ാം നോബൽ സമ്മാന സാധ്യതകളുടെ ലാഡ്ബ്രൂക്ക് ഷോർട്ട് ലിസ്റ്റിലും ഇദ്ദേഹം ഇടം പിടിച്ചിരുന്നു. ആശംസകൾ അറിയിക്കുന്നതിനായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ AKGയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, AKG സ്ഥാപിച്ച അനേകം വിദ്യാഭ്യാസ, സാഹിത്യ, സാംസ്കാരിക സ്ഥാപനങ്ങളുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹൃദയരെ, മലയാളിയുടെ നാൾവഴി ചരിത്രത്തിൽ അപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചില പേരുകളുണ്ട്. അവയിൽ പലതും നാം കേട്ടത് ഒരുപക്ഷെ കേരളീയ നവോത്ഥാനത്തോട് ചേർത്ത് ആണ്. അങ്ങനെയാണ് നാം അവരെ പലരെയും ഓർക്കുന്നതും വായിച്ചിട്ടുള്ളതും. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും വൈകുണ്ഠസ്വാമികളും മുതൽ വീട്ടിയും അയ്യങ്കാളിയും പ്രേംജിയും KP കറുപ്പനും കുമാരഗുരുവും ഡോക്ടർ പൽപ്പവും വാഗ്ഭടാനന്ദനും ഭക്തിത്തങ്ങളും എബ്രഹാം മൽപ്പാനും ഒക്കെ വരെയുള്ള അനേകം മഹാന്മാർ ആ പരമ്പരയിൽ പെടുന്നവരായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ പിറകെ വന്ന ദേശസ്നേഹികളായ സ്വാതന്ത്ര്യ ഭടന്മാരുണ്ട്. ആദ്യകാലത്തെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ മുതൽ അല്ലെങ്കിൽ മാധവമേനോൻ മുതൽ ഇങ്ങോട്ട് EMSും P കൃഷ്ണപിള്ളയും AKGയും വരെ ഒക്കെയുള്ള ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്തരോ മഹാനുഭാവലു എന്ന കർണാടക കീർത്തനമാണ് പലപ്പോഴും എനിക്ക് ഓർമ്മ വരാറുള്ളത്. എത്രയോ മഹാനുഭാവന്മാർ നടന്നുപോയ വഴിയാണ് ഈ കേരളത്തിൻ്റേത് അല്ലെങ്കിൽ മലയാളികളുടെ ചരിത്രത്തിൻ്റേത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. AKG എന്ന ചുരുക്കപ്പേരിൽ മദിരാശി മലയാളികൾ അറിയുന്ന ശ്രീ AK ഗോപാലൻ ആ ഗണത്തിൽപ്പെട്ട ഒരു മഹാനുഭാവനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 50 വർഷം കൊണ്ട് അദ്ദേഹം നട്ടുപടർത്തിയ ആശാൻ സ്മാരക സമുച്ചയം അതൊരു സാംസ്കാരിക സമുച്ചയവും വിദ്യാഭ്യാസ സമുച്ചയവുമാണ്. അതുമാത്രം മതി AKGയുടെ മഹത്വം അടയാളപ്പെടുത്തുന്നതിന്. അസാമാന്യമായ ഭാഷാസ്നേഹവും ഇച്ഛാശക്തിയും കർമ്മശേഷിയും സമർപ്പണബോധവുമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ അവിരാമമായി ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കാൻ കഴിയുകയുള്ളൂ. നിശബ്ദമായ ഒരാശാൻ പ്രതിമയോ നിർജീവമായ
ഒരു സ്മാരക മന്ദിരമോ കൊണ്ടല്ല അദ്ദേഹം മദ്രാസിൽ ഭാഷോന്മാദികൾ എന്ന് തന്നെ വിളിക്കാവുന്ന തദ്ദേശീയർക്കിടയിൽ നമ്മുടെ മഹാകവിയുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിയത്. ആശാനെപ്പോലെ ഒരേ സമയം പ്രതിഭാസമ്പന്നനായ ഒരു കവിയും അക്ഷീണനായ ഒരു സമുദായ പ്രവർത്തകനുമായിരുന്ന ഒരാളെ അടയാളപ്പെടുത്താൻ അത്തരം നിശ്ചല സ്മാരകങ്ങൾ മതിയാവുകയില്ല എന്ന് AKGക്ക് വളരെ നന്നായി അറിയാമായിരുന്നു. ആശാൻ കവിത നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകാശ്ലേഷിയാണ്. എല്ലാത്തരം മനുഷ്യനിർമ്മിത ഭിത്തികളെയും അതിജീവിക്കുന്ന, സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും അതിർത്തികളെ അതിജീവിക്കുന്ന മഹത്തായ സ്നേഹഗാനമാണ് ആശാനിൽ നിന്ന് ഉതിർന്നത്. അത് നമ്മോട് ചിലപ്പോൾ ചിന്താവിഷ്ടയായ സീതയിലും ദുരവസ്ഥയിലും എന്ന പോലെ ധർമ്മസംബന്ധിയായ വലിയ ചോദ്യങ്ങൾ ചോദിച്ചു. ചിലപ്പോൾ നളിനിയിലും ലീലയിലും എന്ന പോലെ സംഘനിസ്സംഗതകളുടെ സംഘർഷങ്ങൾ ആവിഷ്കരിച്ചു. അതുമല്ലെങ്കിൽ ചണ്ഡാലഭിക്ഷയിലും കരുണയിലും എന്ന പോലെ ബുദ്ധസന്ദേശത്തിൻ്റെ കാരുണ്യ കാഹളം മുഴക്കി. ബുദ്ധചരിതം പോലുള്ള താരതമ്യമില്ലാത്ത കാവ്യ പരിഭാഷകളിലൂടെ മലയാളത്തിന് ആശാൻ മഹത്വം നൽകി. ഒപ്പം തന്നെ ആശാൻ എന്ന സംജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എഴുത്തച്ഛന് ശേഷം മലയാളികളെ മുഴുവൻ വീണ്ടും എഴുത്തിനിരുത്തിയ ഒരു അധ്യാപക ശ്രേഷ്ഠൻ ആയി കൂടി, തുല്യതയുടെയും മൈത്രിയുടെയും കരുണയുടെയും ഒരു വക്താവായി കൂടി നാം കുമാരനാശാനെ ഓർമ്മിക്കേണ്ടതുണ്ട്. AKGയുടെ പ്രവർത്തനങ്ങളുടെ സ്വഭാവം നിർണയിച്ചത് കുമാരനാശാന്റെ കവിതയിലും ജീവിതത്തിലും ഒരുപോലെ പ്രവർത്തിച്ച ഈ മൂല്യങ്ങളായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സമൂഹ പുരോഗതിയുടെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണ് എന്ന് AKG മറ്റ് അനേകം മുൻഗാമികളെപ്പോലെ തിരിച്ചറിഞ്ഞു. ശ്രീനാരായണനിലും കുമാരനാശാനിലും പ്രകാശിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കരണ വൈദ്യുതി തന്നെയാണ് ആശാൻ സ്മാരക വിദ്യാലയ ശൃംഖലയ്ക്ക് ഊർജം പകർന്നത്. അത് യാഥാസ്ഥിതികത്വം സൃഷ്ടിച്ച സാമൂഹ്യ ഭേദങ്ങളെ സൗഹാർദ്ദത്തിൻ്റെ അഭേദത്താൽ മറികടന്നു. ആദർശനിഷ്ഠയും പ്രായോഗിക മതിത്വവും ഒന്നിച്ചു ചേരുന്നവരിലാണ് മഹത്വം വാസ്തവത്തിൽ ജീവൻ വയ്ക്കുന്നത്. അതായിരുന്നു ഉത്കൃഷ്ടമായ ലക്ഷ്യങ്ങളെ കർമ്മപദ്ധതികളായി പരിവർത്തിപ്പിച്ച AKGയുടെ ചൈതന്യ രഹസ്യം. മിതഭാഷിത്വത്തിലൂടെ അദ്ദേഹം വാഗ്മിയായി. നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ അപാരമായ ഒരു സുഹൃത്ത് സംസാരം സൃഷ്ടിച്ചു. AK ഗോപാലനും, ഞാൻ ഉദ്ദേശിക്കുന്ന സഖാവ് AK ഗോപാലനാണ്, അദ്ദേഹവും സുശീല ഗോപാലനും, ഹിന്ദുവിൻ്റെ N റാമും, കാമ്പിശ്ശേരി കരുണാകരനും, വയലാർ രാമോർമ്മയും, M ഗോവിന്ദനും, SK നായരും പോലെ അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള എത്രയോ മഹൽ വ്യക്തികൾ ഉൾപ്പെട്ട ആ കാന്തവലയത്തെക്കുറിച്ച് AKGയുടെ മകൾ ശ്യാമള പ്രകാശ് ഒരു ലേഖനത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. AKG തന്നെയും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ ജനനകഥ വിസ്തരിച്ച് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. MP ദാമോദരൻ, ഡോക്ടർ SK നായർ, KC എബ്രഹാം, P ഭാസ്കരൻ, KM ജോർജ്, RM മാണിക്കത്ത്, വാസന്തി ശങ്കരനാരായണൻ തുടങ്ങിയവർക്കൊപ്പം തന്നെ വ്യവസായികളും സംരംഭകരും എല്ലാം ചേർന്നപ്പോഴാണ് അത് മഹത്തായ ഒരാശയത്തോടൊപ്പം ഒരു പ്രായോഗിക കർമ്മ പദ്ധതി കൂടി ആയി തീർന്നത്. പിന്നീടുള്ള അതിൻ്റെ വളർച്ചയിൽ നിറയെ നാഴികക്കല്ലുകളായിരുന്നു. സ്വർണം കൊണ്ട് നിർമ്മിച്ച നാഴികക്കല്ലുകൾ എന്ന് ഒരുപക്ഷെ ഞാൻ അവയെ വിശേഷിപ്പിക്കും. കൊച്ചിൻ ഹൗസ് ക്യാമ്പസിൽ ഉയർന്നു വന്ന ആശാൻ സ്മാരക സ്കൂൾ മുതൽ ആരംഭിക്കുന്ന പ്രഭാമയമായ ഒരു ഇതിഹാസമാണ് ഇത്. പലയിടങ്ങളിലായി പല വിഷയങ്ങൾ അഭ്യസിപ്പിക്കാനായി ഉയർന്നു വന്ന സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒരു മഹാശൃംഖലയാണ് ആ ചെറിയ ആശാൻ സ്കൂളിന് പിറകെ പിൽക്കാലത്ത് ഉയർന്നു വന്നത്. അവ സ്പർശിക്കാത്ത വിഷയങ്ങളില്ല എന്ന് തന്നെ പറയാം. ഹോട്ടൽ മാനേജ്മെൻറ്റ് മുതൽ എഞ്ചിനീയറിംഗ് വരെ, മൈക്രോബയോളജി മുതൽ കമ്പ്യൂട്ടർ സയൻസ് വരെ, MBAയും MCAയും മുതൽ കമ്മ്യൂണിക്കേഷനും മോഡേൺ മെഡിസിനും വരെ,
പ്ലേ സ്കൂൾ മുതൽ ബിസിനസ് മാനേജ്മെൻറ്റ് കോളേജുകൾ വരെ, പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഡോക്ടറൽ ഗവേഷണം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ വിദ്യാശൃംഖലയുടെ പിറകിൽ ഒട്ടേറെ മഹത് വ്യക്തികളുടെ അവിരാമമായ പരിശ്രമമുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ എന്നും അവരെ ഒന്നിച്ചു നിർത്തിയ കാന്തശക്തി AKG തന്നെയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഞാൻ ഉൾപ്പെടെ മലയാളത്തിലെ ഏറെ കവികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള വളരെ വിശിഷ്ടമായ പരിഗണന അർഹിച്ചു കഴിഞ്ഞിട്ടുള്ള ആശാൻ പുരസ്കാരം, മുടക്കമില്ലാത്ത സാഹിത്യ സമ്മേളനങ്ങൾ, ചർച്ചകൾ, പ്രസിദ്ധീകരണങ്ങൾ, ഇവയിലൂടെയൊക്കെ ആശാൻ സ്മരണയെ സാഹിത്യരംഗത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിലും കേരളത്തിന് പുറത്തുള്ള സാഹിത്യരംഗത്തും ഉറപ്പിച്ചു നിർത്തുന്നതിലും AKGയുടെ മുൻകൈ വളരെ വലുതായിരുന്നു. M. ഗോവിന്ദനിൽ നിന്ന് ആണ് AKGയെക്കുറിച്ച് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഞാൻ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ AKG വീണ്ടും വീണ്ടും കടന്നു വരുന്നത് എന്നെ അന്ന് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈപുല്യത്തിൻ്റെ അത് സൃഷ്ടിച്ച അത്ഭുതം ഇന്നും എന്നിൽ സജീവമാണ്. പിന്നീട് അക്കിത്തവും ONVയും കൃഷ്ണനാരായണൻ നമ്പൂതിരിയും MN ബാലൂരും പുതുശ്ശേരി രാമചന്ദ്രനും ശ്രീകുമാരൻ തമ്പിയും C. രാധാകൃഷ്ണനും ഓംചേരിയും യൂസഫ് അലി കച്ചേരിയും ഒക്കെ ഉൾപ്പെടെ എത്രയോ എഴുത്തുകാരും ചിന്തകരും അദ്ദേഹത്തിന് അർപ്പിച്ച നവതി പ്രണാമങ്ങളിലൂടെ കടന്നു പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള അവസരവും എനിക്കുണ്ടായിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങളിലൊന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് സ്നേഹാദരങ്ങളോടെ നിങ്ങളോടൊപ്പം ഞാനും ആ മഹാനുഭാവനെ ഓർക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ വിനീതമായ പ്രണാമം അർപ്പിക്കുന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ വൈസ് ചെയർമാനും സ്ഥാപക ഡയറക്ടറും കേരളത്തിലെ തുടർ മെഡിക്കൽ വിദ്യാഭ്യാസ ഗവേഷണ സമിതിയുടെ പ്രസിഡന്റുമാണ് പത്മശ്രീ ഡോക്ടർ G. വിജയരാഘവൻ. 1964 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം 1973 വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടി. 1980 ഇന്ത്യയിലെ ആദ്യത്തെ 2 ഡയമെൻഷണൽ എക്കോ കാർഡിയോഗ്രഫി ലബോറട്ടറിയുടെ സ്ഥാപകനായിരുന്നു. ഹാർട്ട് അസോസിയേഷൻ ജേർണലുകളുടെ അംഗമായിരുന്ന അദ്ദേഹത്തെ നിരവധി അവാർഡുകളും ബഹുമതികളും തേടിയെത്തിയിരുന്നു. പത്മശ്രീ ഡോക്ടർ വിജയരാഘവനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. Friends, I was so touched and happy when Mrs. Shyamala Jayaprakash called me and wanted me to share my memories of Sri late AKG uncle. I married Nalini, Mahakavi Kumaranashan's granddaughter, in 1974, and I realized that one of the subjects very often discussed in my father-in-law's house was Sri AKG uncle and his contributions in building up Ashan Memorial educational institutions. In 1977, one of our family friends' daughter, they were very close to AKG uncle also, was operated by Dr. Kirtinath Railway Hospital, and AKG uncle gave us a grand dinner at his house in honor of Dr. Kirtinath and his Australian chief, Dr. Tim Cartmel. This was the first time I was able to closely interact with AKG uncle. Apparently he developed a special liking for me. Every time I went to Madras, Nalini and I, with my brother-in-law Mr. Balachandran and his wife Maya, used to visit his house, and I would spend long hours with AKG uncle as he used to call me upstairs, and we used to discuss a lot of political scenario in Kerala happening at the time. I was amazed at the familiarity with which he spoke about all the important political leaders of Kerala. Slowly, I realized that most political leaders in Kerala were indebted to him for all the help he had done for them over the years. I vividly remember that he was annoyed by the attempt of the Kerala government to annex the playground of Ashan Memorial School
and wanted to build a Kerala guest house in Madras in that particular property. He telephoned me and I raised this issue to Mrs. Sushila Gopalan, then Minister for Cultural Affairs, Kerala government, when she came to our house. She said that the cabinet had decided on the subject and so it could not be cancelled. I knew that AKG uncle was pained to see the playground of the Ashan Memorial School being taken away, and even the recognition of the school was at stake. We at Trivandrum was all our strength by meeting the concerned ministers, along with Kerala Kavadi editor Sri N. Ramachandran, Sri Riga Sridharan. My wife Nalini spoke on this issue at the Charcha Vedi, a prominent literary forum of Kerala, which was given great importance by the lay press. I remember AKG uncle felt very impressed by this, but ultimately we did not succeed in this matter. Whenever I was in Madras, AKG uncle used to pick me up in the morning, take me to various Ashan Memorial institutions. It was evident that he was so happy to have these institutions getting very high reputation in the community. I have seen every development of the Tambaram campus, and every one of these developments were his brainchild. All these visits used to end up with an elaborate lunch at the Gymkhana Club, and there I realized the respect he commands in the Madras society. Numerous trips with AKG uncle to Ashan Memorial institutions were so educative to me in organizing important institutions, including the Kerala Institute of Medical Sciences in Trivandrum later in my life. We could not go to Chinglipet campus together, but on many occasions we discussed about starting a medical college there. Due to the prevailing problems with the Indian Medical Council, but much to his disappointment, he had to abandon that project. I was so thankful when Ashan Memorial Association honored me when I received the Padma Shri, and I never realized then that that was the last time I was going to spend time with our dear Sri AKG uncle. He had many medical problems which did not bother him from travelling to Kerala whenever the need arose. I was very happy that Dr. K. Abraham, my close friend, was treating him during his last few years so that I could get first-hand information from the doctor about his medical status. AKG uncle also liked K. Abraham very much, and this resulted in lessening his pain and suffering during the last few months. Every minute he lived, he spent for the institutions built up. He still lives within us. May his soul rest in peace. Thank you. ഡോക്ടർ CG രാജേന്ദ്ര ബാബു ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റി മലയാളം വകുപ്പിന്റെ മുൻ അധ്യക്ഷനായിരുന്ന അദ്ദേഹം UGC, UPSC തുടങ്ങിയ ഉന്നത സമിതികളിൽ ഇപ്പോഴും മലയാളത്തെ പ്രതിനിധീകരിക്കുന്നു. നിരവധി മലയാള സിനിമകൾക്ക് തിരക്കഥ എഴുതിയ അദ്ദേഹം ഒരു ദീർഘകാല ഫിലിം സെൻസർ ബോർഡ് അംഗം കൂടിയാണ്. ഡോക്ടർ CG രാജേന്ദ്ര ബാബു അവർകളെ നന്ദി പ്രകാശനം രേഖപ്പെടുത്തുന്നതിനായി സഹർഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ആശാൻ മെമ്മോറിയൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണിത്. അസോസിയേഷൻ്റെ എല്ലാമെല്ലാമായിരുന്ന ബഹുമാന്യനായ ശ്രീ AK ഗോപാലൻ അന്തരിച്ച ദിവസമാണ് ഇത്. AKG ശ്രീനാരായണ ഗുരുവിൻ്റെയും കുമാരനാശാൻ്റെയും ഒക്കെ സന്ദേശങ്ങൾ കേരളത്തിന് പുറത്ത് പ്രചരിപ്പിക്കുന്നതിൽ എത്രമാത്രം ശ്രദ്ധാലുവായിരുന്നുവെന്ന് കുമാരനാശാൻ്റെ പേരിൽ ഉയർന്നു നിൽക്കുന്ന മഹാസ്ഥാപനങ്ങൾ തന്നെ തെളിവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കർമ്മയോഗിയുടെ സാക്ഷാത്കാരം നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണിന്ന്. ഈ ദിവസം
എല്ലാ വർഷവും സമുചിതമായി തന്നെ ആശാൻ അസോസിയേഷൻ ആചരിക്കാറുണ്ട്. പക്ഷേ മഹാമാരിയുടെ ഈ പശ്ചാത്തലത്തിൽ ഒരു ഓൺലൈൻ കൂട്ടായ്മയിലൂടെ മാത്രമേ ഈ ചടങ്ങ് സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. അതിൻ്റേതായ പരിമിതികൾ ഉണ്ട്. എങ്കിലും ഈ ചടങ്ങിനെ ഏറ്റവും ധന്യമാക്കുന്നതിന് വളരെ വിശിഷ്ടമായ വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ശ്രീ AKGയെ സ്മരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി. അവർക്ക് എല്ലാവർക്കും ആദരത്തോടുകൂടി ഞാൻ അസോസിയേഷൻ്റെ സന്തോഷം ആദ്യമേ പ്രകടിപ്പിക്കട്ടെ. ഈ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കുന്നത് ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ സമാദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ CK രവിയാണ്. ഡോക്ടർ CK രവിയും ശ്രീ AKGയും തമ്മിലുള്ള ഗാഠമായ ബന്ധത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ രവിക്ക് ഞങ്ങളുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലും ആദരത്തോടുകൂടി ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ കൃതജ്ഞത അർപ്പിക്കട്ടെ. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചത് ശ്രീ AK ഗോപാലൻ്റെ പ്രിയ പുത്രിയും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീമതി ശ്യാമള ജയപ്രകാശാണ്. ആശാൻ അസോസിയേഷനും ഈ മഹാസ്ഥാപനങ്ങൾക്കും അതിഗംഭീരമായ നേതൃത്വം നൽകിക്കൊണ്ട് അന്തരിച്ച ശ്രീ AKGയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമതി ശ്യാമള ജയപ്രകാശിന് സ്വാഗത വചനങ്ങളുടെ പേരിൽ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ ഹാർദമായ അഭിനന്ദനവും കൃതജ്ഞതയും അർപ്പിക്കട്ടെ. ശ്രീ MK സാനു, പ്രൊഫസർ MK സാനു ആശാൻ അസോസിയേഷൻ്റെ നിത്യബന്ധുവാണ്. AKGയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത മിത്രം. AKGയുടെ നിര്യാണശേഷവും AKGയുടെ കുടുംബവുമായും AKG സ്ഥാപിച്ച ഈ സ്ഥാപനങ്ങളുമായും പ്രൊഫസർ സാനുമാഷയുടെ ബന്ധം വളരെ വലുതാണ്. ഞങ്ങളുടെ ഗുരു കാരണവ സ്ഥാനത്തുള്ള ആളാണ് പ്രൊഫസർ MK സാനുമാഷ്. അദ്ദേഹം ഈ ചടങ്ങിൽ AKGയെപ്പറ്റി അതീവ വികാര സ്പർശിയുള്ള സാനുമാഷിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയുണ്ടായി. ആ ഓർമ്മകൾ AKGയുടെ ദീപ്തമായ സ്മരണ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വീണ്ടും സഹായകമായി. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ പേരിൽ പ്രൊഫസർ MK സാനുമാഷിന് ഹൃദയംഗമമായ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളട്ടെ. ഈ ചടങ്ങിൽ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ ക്ഷണം സ്വീകരിച്ച് AKG സ്മാരക പ്രഭാഷണം നിർവഹിച്ചത് നമ്മുടെ ആദരണീയനായ തിരക്കഥാകൃത്തും വാഗ്മിയും എഴുത്തുകാരനുമായ ശ്രീ ജോൺ പോളാണ്. ശ്രീ ജോൺ പോളിന് കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക ഇടമുണ്ട്. ഒരു സവിശേഷമായ വിഷയത്തെ ആസ്പദമാക്കി തന്നെ അദ്ദേഹം ഇന്ന് AKG സ്മാരക പ്രഭാഷണം നിർവഹിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. മഹാമാരിക്ക് ശേഷമുള്ള മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചും വളരെ ദീർഘദർശനവും ഉൾക്കാഴ്ചയും നിറഞ്ഞ പ്രഭാഷണമാണ് ശ്രീ ജോൺ പോൾ നടത്തിയത്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ പേരിൽ ഞാൻ അർപ്പിക്കട്ടെ. ഈ ചടങ്ങിലെ ഏറ്റവും മഹനീയമായ മറ്റൊരു സാന്നിധ്യം നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ സച്ചിദാനന്ദനാണ്. ആശാൻ സ്മാരക കവിതാ പുരസ്കാര ജേതാവാണ് അദ്ദേഹം. AKGയുമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും അദ്ദേഹം നിർമ്മിച്ച ഈ മഹാസ്ഥാപനങ്ങളുമായും ഗാഠമായ ബന്ധം ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ സച്ചിദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഈ വളരെ സാരവത്തായിട്ടുള്ള പ്രഭാഷണം ഗംഭീരമായിരുന്നു എന്ന് തന്നെ സൂചിപ്പിക്കട്ടെ. AKG കുമാരനാശാൻ്റെ നിശ്ചലമായ പ്രതിമകളല്ല സ്ഥാപിച്ചത്, മറിച്ച് ചലിക്കുന്ന ജീവനുള്ള സ്മാരകങ്ങളാണ് എന്ന് സച്ചിദാനന്ദൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. ആ മഹനീയമായ വാക്കുകൾ ഞങ്ങൾക്ക് വലിയ ഊർജം നൽകുന്നതാണ്. ശ്രീ സച്ചിദാനന്ദൻ മാഷിന് ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ അകൈതവമായ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു.
പിന്നീട് ഡോക്ടർ വിജയരാഘവൻ, പ്രഗത്ഭനായ ഭിഷഗ്വരൻ, AK ഗോപാലൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഒരാൾ, ആ കുടുംബത്തിൻ്റെ AKGയുടെ കുടുംബത്തിൻ്റെയും ഈ സ്ഥാപനങ്ങളുടെയും എല്ലാം അടുത്ത ബന്ധു. ഡോക്ടർ വിജയരാഘവൻ്റെ സാന്നിധ്യം ഈ ചടങ്ങിന് മഹനീയമായ ഒരു സന്തോഷം നൽകുന്നുണ്ട്. ആ വലിയ വ്യക്തിത്വം AKGയെ സംബന്ധിച്ച് അപൂർവമായ ചില നിരീക്ഷണങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ സൗഹൃദത്തെ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ആ മധുര ഭാഷണത്തിൻ്റെ പേരിൽ ഡോക്ടർ വിജയരാഘവനെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ പേരിൽ ഞാൻ എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കുന്നു. ഈ ചടങ്ങ് അതിഗംഭീരമായി സംഘടിപ്പിക്കുന്നതിന് അസോസിയേഷനോടും ഞങ്ങളോടും ഒക്കെ ഒപ്പം പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. ഈ മഹാമാരിയുടെ സമയത്ത് ഓൺലൈനിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ ഏറെ ശ്രമം ആവശ്യമുണ്ട്. അശ്രാന്ത പരിശ്രമം ഞങ്ങളോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്ത ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ ഭാഗമായ ഡോക്ടർ ലക്ഷ്മിയുടെ അർപ്പണബോധമുള്ള ടീമിനെയും സ്മരിക്കാതെ കടന്നു പോകാനൊക്കില്ല. ഡോക്ടർ ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ ടീമിനും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ അകൈതവമായ കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു. പല പ്രദേശങ്ങളിലിരുന്ന് പലയിടങ്ങളിലിരുന്ന് AKGയെ സ്മരിക്കുന്ന ഈ ദിവസത്തിന് സാക്ഷികളാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.